പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 8-ാം അധ്യായം 34-ാമത് വാക്യം. ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യും. ഈ വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ സംഘാടകൻ എനിക്ക് അനുവദിച്ച സമയപരിധിക്കകത്ത് നിന്നുകൊണ്ടൊരു പ്രഭാഷണം നിങ്ങളുടെ മധ്യേ നിർവഹിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. വലിയ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ സഹായം ഈ രാത്രിയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ രാത്രിയിൽ യോഗം പ്രസിഡ് ചെയ്യുന്ന എൻ്റെ ആത്മസ്നേഹിതനായ ബഹുമാന്യ കർത്തൃദാസനോട് ഹൃദയംഗമായ വന്ദനം ഞാൻ അറിയിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ദൈവദാസന്മാർ, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള ദൈവദാസന്മാരേവർക്കും ഹൃദയംഗമായ വന്ദനം ഞാൻ അറിയിക്കുന്നു. വന്നു ചേർന്ന പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഈ ശബ്ദപരിധിക്കുള്ളിൽ സശ്രദ്ധം ഈ യോഗത്തെ വീക്ഷിക്കുന്ന, ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സുവിശേഷത്തെ അംഗീകരിക്കുകയും ഇതിനോട് പ്രതിബദ്ധത പുലർത്തുകയും സുവിശേഷ സന്ദേശത്തോട് താല്പര്യം കാട്ടുകയും ചെയ്യുന്ന ദേശമാണിത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇതിനകത്തുള്ളതിനേക്കാൾ പുറത്ത് ശ്രദ്ധിക്കുന്നുവെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ലൗകിക രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ രാവുകളെ ആത്മീയ സംഗീത ശുശ്രൂഷ കൊണ്ട് ധന്യമാക്കുവാൻ നമ്മോടൊപ്പമുള്ള അനുഗ്രഹിക്കപ്പെട്ട വേർഷിപ്പ് ടീമിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. എൻ്റെ ആത്മസ്നേഹിതരായ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നിരവധി വേദികളിൽ നിൽപ്പാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഈ രാത്രിയിലും അതിന് അവസരമൊരുക്കപ്പെട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷയെ ധന്യമാക്കട്ടെ. അനേകർക്ക് ആസ്വാദ്യമായി, അനേകരെ സത്യാരാധനയിലേക്ക് നയിക്കുവാൻ കാരണമായി ആ ടീം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ സ്നേഹിതൻ പ്രിയ ബിനു സജ്ജമാക്കിയിട്ടുള്ള ഈ ഉച്ചഭാഷണയും അതിൻ്റെ സംവിധാനവും ഒരാവർത്തി കൂടെ സുവിശേഷത്തിനു വേണ്ടി എനിക്ക് ഉപയോഗിക്കുവാൻ അവസരമുണ്ടായതിൽ സന്തോഷമുണ്ട്. തന്നോടും ഞാൻ വന്ദനം അറിയിക്കുകയാണ്. ഇന്നാട്ടിലുള്ള എൻ്റെ വാത്സല്യ കുഞ്ഞനുജന്മാർ, എൻ്റെ ചില ജ്യേഷ്ഠ സഹോദരങ്ങൾ ഒരുമിച്ച് ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ആത്മീയ വിരുന്നുകളുടെ രാവുകളിൽ ഇന്നും കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെയും നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ വലിയവനായ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തിൽ സന്തോഷമുണ്ട്. ഏറെക്കാലങ്ങൾക്ക് മുൻപ് ഇതേ ഗ്രൗണ്ടിൽ ക്രമീകരിച്ച മറ്റ് ഒരു യോഗത്തിൻ്റെ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഈ ദേശത്തോട് അറിയിക്കുവാൻ അവസരമുണ്ടായത് ഞാൻ ഓർക്കുന്നു. വീണ്ടും ഒരാവർത്തി കൂടെ അതിന് ഭാഗ്യമുണ്ടായതിൽ സന്തോഷിക്കും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു കൺവെൻഷന് പ്രസംഗിക്കുവാനുള്ള മാനസിക ആരോഗ്യത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് എനിക്ക് അത്ര കണ്ട് ധൈര്യം പോരാ. എങ്കിലും നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥന എനിക്ക് സഹായകമാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ വളരെ ആദരിക്കുകയും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത എൻ്റെ ആത്മീയ ഗുരുവാണ് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ. കഴിഞ്ഞ ദിവസം നിത്യതയിൽ ചേർക്കപ്പെട്ട പാസ്റ്റർ ജെ.സി. പാറക്കടവിൽ ഈ നാടിൻ്റെ പ്രിയങ്കരനായ ക്രൈസ്തവ പ്രഭാഷണ വേദികളിൽ ഉജ്ജ്വല വാഗ്മിയായ, ദൈവശാസ്ത്രത്തിൻ്റെ പ്രോജ്വലമായ ചിന്തകൾ കൊണ്ട് ഏത് കവലകളിലും ആരെയും കോരിത്തരിപ്പിക്കത്തക്ക നിലയിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ സന്ദേശം കൊണ്ട് ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ആളുകളെ കാന്തികമായി അടുപ്പിക്കുവാൻ ദൈവം ഹൃത്തടത്തിൽ ആവേശം കൊടുത്തിട്ടുള്ള, കണ്ടനാളത്തിൽ അതിൻ്റെ തനത് ശബ്ദം കൊടുത്തിട്ടുള്ള, നാവിൽ അതിൻ്റെ ഭാഷ പകർത്തി എഴുതിയിട്ടുള്ള അനുഗ്രഹീതനായ കർത്തൃദാസൻ്റെ വേർപാട്, അതിലുള്ള ദുഃഖം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. വല്ല നിർവാഹമുണ്ടായിരുന്നെങ്കിൽ സംഘാടകർ യോഗം മൊത്തത്തിൽ മാറ്റിവെക്കുമായിരുന്നു. പക്ഷേ ഇതിനു മുമ്പ് കാര്യങ്ങൾ ക്രമീകരിച്ചത് കൊണ്ട് ഇത് മാറ്റുക ദുഷ്കരമാണെന്നറിയാം. ഹൃദയത്തിൽ താല്പര്യമുണ്ടായിട്ടല്ല അവർ ഈ പ്രാവശ്യം ഈ യോഗം നടത്തുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾക്കെല്ലാം ദുഃഖമുണ്ട്. ഏറെ ദുഃഖം ഞങ്ങൾ കുടുംബ ജനത അനുഭവിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലായി നടത്തപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ പൊതുദർശനത്തിലും അവിടെ നടത്തപ്പെട്ട ശുശ്രൂഷകളിലും വന്ന് സംബന്ധിച്ചവരാണ് നിങ്ങളെല്ലാവരും. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും
സാന്നിധ്യത്തെയും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഭവനദാസിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി തുടർന്നും നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. താൻ ചെയ്യുകയും ഇടയ്ക്ക് നിർത്തിപ്പോവുകയും ചെയ്തിട്ടുള്ള സകല ശുശ്രൂഷകളും വർദ്ധിത വീര്യത്തോടെ വീണ്ടും പുനരാരംഭിക്കുവാൻ വേണ്ടുന്ന എല്ലാ വഴികളും ദൈവം ഒരുക്കേണ്ടതിനായി ജീവകാരുണ്യമെന്ന പത്രമടക്കമുള്ള സകല കാര്യങ്ങളും അതിൻ്റെ തനിമയോടുകൂടി മുൻപോട്ട് പോകേണ്ടതിന് ദൈവമക്കളുടെ വലിയൊരു പ്രാർത്ഥനയെ ഞാൻ അപേക്ഷിക്കുകയാണ്. ഏറെക്കാലങ്ങൾക്ക് മുൻപേ വൈദിക പാഠശാലയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പങ്കിട്ട നിരവധി അധ്യാപകരുടെ കൂട്ടത്തിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ജെ.സി. പാറക്കടവിൽ എൻ്റെ സ്മരണയിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. ഞങ്ങൾ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമുള്ള ഗദ്സമന ബൈബിൾ സ്കൂളിൽ കൊച്ചുമുറിക്കകത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ റോമാലേഖനത്തിൻ്റെ തനത് ദൈവശാസ്ത്രത്തിൻ്റെ പൊരുളുകൾ ആ കൊച്ചുമുറിയിൽ താൻ പൊരുൾ തിരിച്ചു തന്ന ആ ഒരു കാലം ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഞങ്ങൾ കാതുകൂർപ്പിച്ചിരിക്കാറുണ്ട്. ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾ മുടക്കുമായിരുന്നില്ല. അങ്ങനെ ഒരു ഗുരുശിഷ്യ ബന്ധം 1985-86 കാലങ്ങളിൽ സ്ഥാപിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. അതിനുശേഷം പിന്നെയും വർഷങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ എന്നിലെ സുവിശേഷകനെ മനസ്സിലാക്കിയിട്ടാകാം, എന്നിലെ പ്രഭാഷകനെ അംഗീകരിച്ചത് കൊണ്ടാകാം, ഏതൊക്കെയോ ചില കവലകളിൽ ഞാൻ പ്രസംഗിക്കുന്നത് അദ്ദേഹം അതിനകത്ത് കാണുകയും കേൾക്കുകയും ചെയ്തത് കൊണ്ടാകാം, കവലപ്രസംഗിയായ അദ്ദേഹത്തിന് മറ്റൊരു കവലപ്രസംഗിയോട് തോന്നിയ താല്പര്യം കൊണ്ടാകാം, അദ്ദേഹത്തിൻ്റെ കുഞ്ഞുപെങ്ങളെ എനിക്ക് ജീവിത പങ്കാളിയായി താൻ സമ്മാനിക്കുകയുണ്ടായി. അന്നു മുതൽ അധ്യാപകൻ എന്ന ആ ബന്ധത്തിന് അപ്പുറമായി ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുവാൻ, ആദരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു, എനിക്ക് കഴിയുന്നു, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ബഹുമാന്യ കർത്തൃദാസൻ്റെ മുമ്പേ പറക്കൽ ഹൃത്തടത്തിൽ ഇന്നും അംഗീകരിക്കുവാൻ കഴിയാതെ എന്താ ഇതിൻ്റെ അവസ്ഥ എന്ന് പൊരുളുതിരിക്കുവാൻ കഴിയാത്ത ഒരു സംഭവമായ കത്തളത്തിൽ അവശേഷിക്കുമ്പോഴും ആശ്വാസത്തിൻ്റെ തൂവൽ സ്പർശം കൊണ്ട് ആരോഗ്യം പകരുന്ന സർവകൃപാലുവും പരമകാരുണികനുമായ കർത്താവിൻ്റെ കരസ്പർശനത്തിനു വേണ്ടി ഞങ്ങൾ കൊതിക്കുന്നു. കർത്താവ് അത് തന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന തുടർന്നുള്ള ശുശ്രൂഷയുടെ ആർജവത്വത്തിനു വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. ചിലരെങ്കിലുമൊക്കെ എന്തുകൊണ്ട് ഇത്ര പ്രയോജനപ്പെടുന്നൊരു ദൈവദാസൻ വേദിയിൽ വീണത് എന്തുകൊണ്ട് എന്നൊക്കെ ചോദ്യങ്ങൾ പലരുടെയും മനസ്സിൽ 100 ചോദ്യങ്ങൾ ഉയരുന്നുണ്ടാകാം. അതിൻ്റെ കാരണം എന്താ? എന്തുകൊണ്ടതങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ടെന്ന് നിരവധി ചോദ്യങ്ങൾ മനസ്സിൽ ഉയരുമ്പോൾ ചിലരുടെ വീക്ഷണങ്ങൾ ഒരുപക്ഷെ നെഗറ്റീവാകാം, ചിലർക്ക് പോസിറ്റീവായി ചില ആലോചനകൾ ലഭിക്കപ്പെടാം. നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒരു കാര്യം അദ്ദേഹം പല ആവർത്തി വേദികളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ പ്രസംഗ വേദിയിൽ കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടണമെന്നുള്ളതിൻ്റെ ആഗ്രഹമാണെന്ന് താൻ പറഞ്ഞിട്ടുള്ളതുപോലെ, പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ സംഭവിച്ചു. അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ നാം ചെയ്യുന്നത് ഒരുപക്ഷെ നേരായ കാരണമായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. ഉടയവന് മാത്രം അറിയാവുന്ന ചില തിരുഹിതത്തിൻ്റെ നിത്യനിർണയമാണ് അത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാനതങ്ങനെ ഏറ്റെടുക്കുന്നു. ഒരു പടയാളി പടക്കളത്തിൽ വീണു പോകുന്നത് ഒരിക്കലും ഒരു പെടുമരണമല്ല, അതിന് വീരമൃത്യു എന്നാണ് പറയുക. അംഗീകരിക്കുവാനായിട്ട് എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ ഫലമാകാമത് എന്നൊക്കെ വിധിയെഴുതുന്നവരുണ്ടാകാം. വിധിയെഴുത്ത് അവരവരുടെ താല്പര്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കപ്പെട്ട ആ പരമഭാഗ്യം, അത് നാളെയുടെ ദിനങ്ങളിൽ ഇനിയുള്ള പ്രഭാഷകരായ പ്രിയപ്പെട്ടവർക്കും ആ ഒരു സൗഭാഗ്യം ലഭിക്കപ്പെടണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനും പല പ്രാവശ്യം വേദിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ വേദിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുൻപോട്ട് വീഴേണ്ടി വന്നാലും എൻ്റെ വീട് ഇതിന് മുകളിലാണ് എന്ന് പറഞ്ഞ് പലയിടങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഇറങ്ങി വന്നപ്പോൾ പല പ്രായമുള്ളവരും പറഞ്ഞു, മോനെ അങ്ങനെ പറയരുത്, അതൊരു പക്ഷേ ആ വാക്ക് അങ്ങനെ അർത്ഥതലത്തിൽ വന്നു പോയാൽ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞു, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവിനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കും അളവിൽ അങ്ങ് മേലെ വീട്ടിലേക്ക് കയറുക എന്നത് സൗഭാഗ്യകരമായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്രഹം അടുത്താണല്ലോ, അതിന് സമീപം. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കഴിഞ്ഞ സന്ധ്യയിലാണ് മറവ് ചെയ്തത്.
24 മണിക്കൂർ വട്ടമെത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഭാര്യാഗ്രഹത്തിനരികിൽ വന്ന് നിന്ന് പ്രസംഗിക്കുക എന്നുള്ളത് അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഒരു അതിപ്രസംഗമായി വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷേ സുവിശേഷ പ്രസംഗത്തിന് അങ്ങനെയുള്ള തടസ്സങ്ങൾ നാം സ്വീകരിക്കുന്നത് ഉചിതമല്ല എന്നെനിക്കറിയാം. എൻ്റെ ബഹുമാന്യ പിതാവ് 2012 ഡിസംബർ മാസം 25-ാം തീയതി കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ആ ദിവസങ്ങളിലെല്ലാം എനിക്ക് തുടർമാനമായ കൺവെൻഷനുകളുണ്ടായിരുന്നു. 25-ാം തീയതി മരിച്ച അന്ന് ഞാൻ പ്രസംഗിക്കുവാൻ പോയില്ല എന്നുള്ളത് എന്നും ഒരു പോരായ്മയായിട്ട് അവർ പറയാറുണ്ട്. പക്ഷേ 26-27 ദിവസങ്ങളിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ചില ഡിസ്ട്രിക്ട് കൺവെൻഷനുകൾ, സെക്ഷൻ കൺവെൻഷനുകൾ അടക്കമുള്ള യോഗങ്ങളുണ്ടായിരുന്നു. പോകാതിരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. പക്ഷേ സംഘാടകർ എന്നെ നിർബന്ധിക്കുകയും എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുകയും വീട്ടിൽ വന്ന് എന്നെ കൊണ്ടുപോവുകയും ചെയ്തു. എൻ്റെ പിതാവിൻ്റെ ഭൗതിക ശരീരത്തെ മോർച്ചറിയിൽ വെച്ചിട്ട് ആ ദിവസങ്ങളിലൊക്കെ ഞാൻ കൺവെൻഷന് പ്രസംഗിക്കുകയുണ്ടായി. അതൊരു പുത്തൻ ആർജവത്വവും ആരോഗ്യവും എനിക്ക് പകർന്നു. അതേപോലെയുള്ള ഒരു ആത്മീയമായ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥന അതിന് സഹായകമാകട്ടെ. അടുത്ത ദിനങ്ങളിലെല്ലാം തുടർമാനമായി യോഗങ്ങളുണ്ട്. കർത്താവിന് ദാസൻ കൊടുത്ത ഡേറ്റുകൾ പല യോഗങ്ങളും പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങളുടെ ക്രമീകരണത്തിനായി അദ്ദേഹം ചെയ്തു വന്ന ശുശ്രൂഷകളുടെ തുടർമാന അനുഭവങ്ങൾക്കായിട്ട് നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥന സഭാ വിഭാഗീയ വ്യത്യാസമില്ലാതെ ഞാൻ ചോദിക്കുന്നു. ദൈവനാമ മഹത്വത്തിനു വേണ്ടി കരുത്തോടെ പ്രയോജനപ്പെട്ട ഒരു അനുഗ്രഹീത സുവിശേഷ ഘോഷണത്തിന് വേണ്ടി എല്ലാവിധമായ സുഖഭോഗമാനാഭിമാനാദികളും വെടിഞ്ഞ് ലാളിത്യത്തോടുകൂടെ കർത്താവിനെ സേവിച്ചൊരു മാന്യനായ കർത്തൃദാസൻ്റെ ശുശ്രൂഷയുടെ ആർജവത്വം ഏറ്റുകൊണ്ട് വേദിയിൽ ഒരു ജേസി പറക്കടവിൽ അവസാനിക്കുമ്പോൾ വേദികളിൽ 100,000 ജേസി പറക്കടവിൽമാർ എഴുന്നേറ്റ് ഈ രക്തച്ചുവയുള്ള സുവിശേഷത്തെ പ്രഘോഷിപ്പാൻ കർത്താവ് ഇതുമൂലം കരുത്ത് പകരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തനിമയുള്ള പ്രഭാഷണം നിങ്ങളുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. അക്രോസ് ദ ബ്രിഡ്ജ് എന്ന അദ്ദേഹത്തിൻ്റെ ഗാനം, ഐ വിൽ ഫ്ലൈ അവേ എന്ന അദ്ദേഹത്തിൻ്റെ വിസ്തൃതമായ ഗാനങ്ങൾ, ജുമഴീസിൻ്റെ തനതാംഗലേയ ഭാഷയുടെ ഗാനബീജികൾ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. നിങ്ങളുടെ പലരുടെയും മൊബൈൽ ഫോണുകളിൽ അതുണ്ടാകാം എന്ന് ഞാൻ കരുതുന്നു, വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ജേസിയുടെ അതേ തനിമയോടുകൂടി പ്രഭാഷണ രംഗത്ത് നിൽക്കുവാൻ ഈ നാട്ടിൽ നിന്ന് ഒരു പറ്റം ചെറുപ്പക്കാർ, ഇതിൻ്റെ സംഘാടകരടക്കമുള്ള ചെറുപ്പക്കാർക്ക് ദൈവം വിശേഷ ദർശനങ്ങളും ദിശാബോധങ്ങളും കൊടുക്കുവാൻ കൃപയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് മുഖവരിയുടെ വാക്കുകൾ ഞാൻ വിരാമമിട്ട് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനഘോഷണത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 രാത്രികളിൽ പ്രഭാഷണ വേദികളിലെ അനുഗ്രഹീത താരങ്ങൾ ഈ വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്ത് കർത്താവിൻ്റെ മഹത്വമുള്ള വചനത്തെ പ്രഘോഷിക്കുകയുണ്ടായി. അതിൻ്റെ ബാക്കി പത്രമെന്ന നിലയിൽ ചില ആലോചനകളാണ് ഇന്ന് രാത്രിയിൽ നൽകാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ രാത്രിയിലും ദൈവവചനത്തിൻ്റെ മഹത്വമുള്ള ആലോചനകൾ, സനാതന സത്യങ്ങളുടെ വിളംബരങ്ങൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. കർത്താവ് അതിനെ കൃപ ചെയ്യുമാറാകട്ടെ. സന്ദേശത്തിനിടയിൽ സ്തോത്ര കാഴ്ചയ്ക്ക് സമയം അനുവദിക്കുന്നതാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ ശബ്ദം അങ്ങ് പെരിങ്ങമല ജംഗ്ഷൻ അടക്കമുള്ള ദേശങ്ങളിലേക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. വിദൂരതയിലെല്ലാം ഇതിൻ്റെ ശബ്ദം നന്നായി കേൾക്കുന്നുണ്ട്. അവിടെയൊക്കെ വഴിയോരങ്ങളിൽ, വീട്ടുമുറ്റങ്ങളിൽ, വീട്ടിനകത്ത് പുറത്തൊക്കെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യശ്രോതാക്കളെയും നന്ദിയോടെ ഓർക്കുകയും അവരെ വന്ദനമറിയിക്കുകയും ചെയ്യുന്നു. ബഹുമാന്യ അധ്യക്ഷൻ പരാമർശിച്ച പോലെ 2 മതഗ്രന്ഥങ്ങളുടെ സംഘടനമല്ലിത്, 2 മതങ്ങളുടെ സംഘടനമല്ല, 2 വിശ്വാസ പ്രമാണങ്ങളുടെ സംഘടനമല്ല, 2 പ്രത്യയശാസ്ത്രങ്ങളുടെ സംഘടനമല്ല, 2 രാഷ്ട്രീയ മീമാംസകൾ തമ്മിലുള്ള ഉരസലല്ല സുവിശേഷ പ്രഭാഷണം. പകരം 2 ശക്തികൾ തമ്മിലുള്ള കനത്ത യുദ്ധമാണ്. ആ ശക്തിയിൽ ഒന്ന് അത്യുന്നതനും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സർവാധികാരിയും പരമ്പൊരുൾ ആയ സാക്ഷാൽ പരബ്രഹ്മമായ സത്യദൈവത്തിൻ്റെ ശക്തിയും ആ സത്യദൈവത്തിൻ്റെ സകല നന്മയുടെ ശക്തിയോട് പ്രതികൂലമായി ബാധിച്ചു നിൽക്കുന്ന ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് വിളിക്കുന്ന, ലോകത്തിൻ്റെ പ്രഭു എന്നറിയപ്പെടുന്ന, ഈ ലോകത്തിൻ്റെ അധികാരി എന്ന് വിളിപ്പേരുള്ള, സകല ദുഷ്ടതകളുടെയും തിന്മകളുടെയും അക്രമത്തിൻ്റെയും അനീതിയുടെയും കൊലപാതക പരമ്പരകളുടെ പെൺവാണിഭമടക്കമുള്ള സകല ദുഷ്കൃത്യങ്ങളുടെയും പിന്നിൽ ചരടുവലിക്കുന്ന ഒരു വല്ലാത്ത തിന്മ
തിന്മയുടെ ശക്തിയുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. മനുഷ്യനെ തിന്മയിലേക്ക് നയിച്ചുകൊണ്ട്, അധമമായിരിക്കുന്ന വികാര വിചാര വിക്ഷോഭങ്ങളിലേക്ക് നയിച്ചുകൊണ്ട്, അരുതാത്തത് ചെയ്യുവാനുള്ള സകല നിയോഗങ്ങളും ഇന്ദ്രിയ വ്യവസ്ഥിതികളിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട്, രക്തം കൊണ്ട് കാലയാപനം കഴിക്കേണ്ടി വന്നാലും അത് മാന്യമാണ് എന്ന് പരിഗണിച്ചുകൊണ്ട്, അതിനുവേണ്ടി കൈവെട്ടുന്നതിന് ഇത്ര രൂപ, കാലുവെട്ടുന്നതിന് ഇത്ര രൂപ, തലവെട്ടി മാറ്റുന്നതിന് ഇത്ര രൂപ, കുടുംബമടക്കം മുച്ചൂട് കത്തിച്ചു കളയാൻ ഇത്ര ലക്ഷം രൂപ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ജീവൻ കളഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കാപാലികതയുടെ നരാധമത്വത്തിന്റെ പ്രവർത്തികൾ ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നൊരു വല്ലാത്ത ശക്തി, അതാണ് ഈ ലോകത്തിന്റെ ദൈവമായ പിശാചിന്റെ ശക്തി. അങ്ങനെ അവൻ കൊണ്ടുപോകുന്ന ആ മാനവ ജനതയെ ദൈവിക ശക്തിയോടുകൂടെ തന്നെ പിടിച്ചെടുത്ത് സത്യസുവിശേഷത്തിന്റെ മാർഗത്തിലാക്കി വെച്ച് മനുഷ്യ സ്നേഹികളാക്കി ദൈവീകരണം അവരിൽ വരുത്തിയിട്ട് നിത്യതയിലേക്ക് ആദായപ്പെടുത്തുക എന്ന മഹത്തായ ലക്ഷ്യമാണ് സുവിശേഷ പ്രഘോഷണത്തിനുള്ളത്. വിശ്വസിക്കുന്നവരും അംഗീകരിക്കുന്നവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആയുധങ്ങളുടെ പരിശീലനത്തിനായിട്ടും വിവിധ മതവിഭാഗങ്ങളിൽ വിള്ളൽ വീഴ്ത്തേണ്ടതിനു വേണ്ടി ഗ്രാമങ്ങളിലും വിവിധ ജാതി മതസ്ഥരിടതിങ്ങി പാർക്കുന്നതിനിടയ്ക്ക് വംശീയ, വർഗീയ, മതപരമായ കലാപങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒട്ടനവധി ആലോചനകളെ ഹൃത്തടങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച് ചെറുപ്പക്കാരെ ഒരുക്കിവിടുന്ന ഒട്ടനവധി ഏർപ്പാടുകളുണ്ട്. പക്ഷേ സുവിശേഷം അതിനുവേണ്ടി ഒന്നുമല്ല. സുവിശേഷം സമാധാനത്തിൻ്റെതാണ്, സുവിശേഷം നിരപ്പിൻ്റെതാണ്, സുവിശേഷം ഏകീകരണത്തിൻ്റെതാണ്, സുവിശേഷം എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന ദൈവീകരണത്തിന്റെ മാർഗമാണ്. അതുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ ഒരാവർത്തിലൂടെ ധന്യനായ ദൈവത്തിന്റെ ആ മഹത്വമുള്ള സുവിശേഷത്തെ പ്രഘോഷിക്കുവാൻ എനിക്ക് ലഭ്യമായ അനുഗ്രഹീത നിമിഷത്തിൽ, അവസരങ്ങളിൽ എനിക്ക് സന്തോഷമുണ്ട്. ആകയാൽ ഈ രണ്ട് സംഘടനകളിൽ, ഈ രണ്ട് ശക്തിയുടെ ബലപരീക്ഷണങ്ങളിൽ ജയിക്കുന്നത് ഒരിക്കലും പിശാചിന്റെ ശക്തിയല്ല, ദൈവത്തിന്റെ ശക്തി തന്നെയാണ്. വേദപുസ്തകത്തെ ചുട്ടുകളഞ്ഞവരും വേദപുസ്തകത്തെ വല്ലാതെ വികലമാക്കി കീറി ഇറങ്ങി കാറ്റിൽ പറത്തിവിട്ടവരും സുവിശേഷം പ്രസംഗിച്ചവരെ അടിച്ചവസരാക്കിയവരും കത്തിച്ച് ചാമ്പലാക്കിയവരുമായ നിരവധി ആളുകളുണ്ട്. പള്ളി പൊളിച്ചവരും കുരിശ് കുത്തിക്കളഞ്ഞവരും കൂട്ടായ്മയെ കലക്കിയവരും പാട്ടുകുട്ടി ഇതിനെ അലങ്കോലമാക്കുവാൻ ശ്രമിച്ചവരൊക്കെ ഉണ്ട്. അവരിൽ ചിലർ എല്ലാവരെയും അവരുടെ പിന്നാലെ നടന്നൊരു സമഗ്രമായിരിക്കുന്ന പഠനത്തിന് നമ്മൾ ഒരുമ്പെടുകയാണെങ്കിൽ തിരിച്ചറിയുന്നൊരു മഹായാഥാർത്ഥ്യമുണ്ട്. പാട്ടുകുട്ടിയവനും ഉപദേശിയെ തല്ലിയവനും യോഗം കലക്കിയവനും പള്ളി പൊളിച്ചവനും അകത്തേക്ക് ബോംബെറിഞ്ഞ ഒട്ടനവധി ആളുകളുണ്ട്. ഇതിൽ പലരും ഈ സുവിശേഷം പിന്നീട് വഹിച്ചിട്ടുണ്ട്. അതിലുപരി ഇതിൽ പലരും ഈ ശക്തിയുടെ ഘോര താടനമേറ്റ് പിടഞ്ഞ് തകർന്നു പോയിട്ടുണ്ട്. ഉദ്ധാരണമില്ലാതെ ഇടപെടിയിൽ പിടഞ്ഞു പോയിട്ടുണ്ട്. ഇതിൽ പലരും പിന്നീട് ഈ സനാതന സത്യങ്ങൾക്ക് വിധേയപ്പെട്ട് ശിഷ്ടകാലം മുഴുവനും ഇതിനുവേണ്ടി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് ഏതെങ്കിലുമൊക്കെ വേർപെട്ട സഭകളുടെ കൂട്ടായ്മകളിൽ അടങ്ങി ഒതുങ്ങി വിശ്വാസി സമൂഹങ്ങളായി കഴിയുന്നുണ്ട്. വേദികളിൽ നിന്ന് വേദികളിലേക്ക് പ്രജ്വലമായ നിലയിൽ സുവിശേഷത്തിന്റെ ഉജ്ജ്വല താരപ്രഭാഷകരായി മാറുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സുവിശേഷത്തെ തച്ചുടയ്ക്കുവാൻ ശ്രമിച്ച നിരവധി കലാകാരന്മാര് പിന്നീട് അവരുടെ കലാവിരുത് വേദികളിൽ ക്രിസ്തുവിന്റെ അവദാനങ്ങൾ വർണ്ണിക്കുന്നതിന് വേണ്ടി ഗായകരായി മാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒട്ടനവധി അനുഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്ന ശക്തി ദൈവിക ശക്തിയ. ഇതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ അല്ല, ഇതൊരു പ്രത്യേക സംഘശക്തിയുടേതല്ല, ഇതൊരു പ്രത്യേകമായിരിക്കുന്ന സാമുദായികമായ സംഗതികളുടെ സക്രീകരണമല്ല. പകരം സുവിശേഷം എന്ന് പറയുന്നത് ദൈവശക്തിയാണ്. വിശ്വസിക്കുന്ന ഏവർക്കും ഇത് ദൈവശക്തിയാകുന്നുവല്ലോ എന്ന റോമാലേഖനം 1:16 വാക്യത്തിലെ ആ ചിന്ത ഏറ്റവും ഉജ്ജ്വലമായതാണ്. അതുകൊണ്ട് ഇതിനോട് തൊട്ടുകളിക്കുന്നവൻ ഒരു ജനശക്തിയോട് തൊട്ടുകളിക്കുകയല്ല, പകരം ദൈവശക്തിയോട് തൊട്ടുകളിക്കുന്നു. ആ തൊട്ടുകളിയുടെ അനന്തരഫലം ഒന്നുകിൽ ഈ ശക്തിക്ക് നീ വിധേയപ്പെടും, അല്ലെങ്കിൽ ഈ ശക്തിയുടെ പ്രതികാരത്തിന് നീ ദഹിക്കപ്പെട്ടു പോകാനിടയാകും. ഇത് രണ്ടിൽ ഏതാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഓപ്ഷനുണ്ട്. തെരഞ്ഞെടുക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഭയപ്പെടുത്തുകയല്ല, യാഥാർത്ഥ്യങ്ങളുടെ വിളംബരമാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരുടെ കയ്യിലേക്ക് ഞാൻ ഈ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ മദ്യപാനത്തിനും മയക്കുമരുന്നിനും വിവിധ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനും കുത്തരിഞ്ഞ ലൈംഗികതയ്ക്കും മറ്റു തരമായിരിക്കുന്ന കാപാലികതയ്ക്കും ഒക്കെ ഇറങ്ങിത്തിരിച്ചവരായിരുന്നു. ജീവിതത്തിന്റെ ഒരു കാലഘട്ടം മുഴുവനും അങ്ങനെ മുൻപോട്ട് പോയി. എന്നാൽ ക്രിസ്തുയേശുവിന്റെ ധന്യമായ സുവിശേഷം എനിക്ക് ദിശാബോധം തന്ന
വന്നപ്പോൾ അതെല്ലാം ഉരിഞ്ഞു കളഞ്ഞിട്ട് ആ ദുസ്വഭാവങ്ങളുടെ സകലവിധമായിരിക്കുന്ന ഏർപ്പാടുകളെയും ആ പഴന്തുണി അടിച്ചു മാറ്റിയിട്ട് രക്ഷാവസ്ത്രം ധരിച്ച് ഞാനിപ്പോൾ വന്നിരിക്കുന്നു എന്ന് ചങ്കുറ്റമായി ചടുലമായി ഈ നാട്ടിൽ നിന്നുകൊണ്ട് സാക്ഷി പറയുവാൻ നെഞ്ചുറപ്പുള്ള ചെറുപ്പക്കാരിവിടെയുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ ക്രമീകരിച്ചിട്ടുള്ള ഈ മഹായുഗത്തിന്റെ പിന്നിൽ വിയർപ്പൊഴുക്കുന്നതും പ്രാർത്ഥനാമുറിയിൽ കണ്ണുനീരൊഴുക്കുന്നതും ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങളെ തട്ടിമുട്ടി ഉരഞ്ഞ് ഉരുമി നടക്കുന്ന ബഹുമാന്യ ചെറുപ്പക്കാരാണല്ലോ. അവരോട് ചോദിച്ചാൽ അറിയാം എന്തുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കുന്നു. സ്തോത്ര കാഴ്ച പിരിക്കാൻ വേണ്ടിയാണോ? അല്ല. ഇവിടെ കൂടി വന്നിട്ടുള്ളവരെല്ലാവരും കൂടെ സ്തോത്ര കാഴ്ച ഇട്ടാലും ഈ യോഗത്തിന്റെ ചെലവിലേക്ക് അത് തികയില്ലെന്ന പരമാർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം. ഇട്ടിരിക്കുന്ന കസേരയ്ക്കും ഈ കത്തുന്ന ബൾബിനും ഇവിടുത്തെ ഈ വേദിക്കും ഇവിടെ സംവിധാനം ചെയ്തിരിക്കുന്ന സകല സംവിധാനങ്ങളുടെയും പിന്നിൽ ഒരു വലിയ ചെലവുണ്ട്. ആ ചെലവിന് നമ്മുടെ സ്തോത്ര കാഴ്ച പോരാ. അപ്പൊ പിന്നെ സ്തോത്ര കാഴ്ച സമാഹരിക്കുക എന്നതല്ല ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം. ഇതിനു വേണ്ടി ചെലവാക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ ചെലവാക്കുന്ന ഓരോ നയാ പൈസയ്ക്കും, നിങ്ങളുടെ നേരെ വരുന്ന സ്തോത്ര കാഴ്ച പാത്രത്തിലേക്ക് നിങ്ങളിടുന്ന ഓരോ നയാ പൈസയ്ക്കും നിങ്ങളുടെ അധ്വാനത്തിന് ഒഴുക്കപ്പെട്ട വിയർപ്പിന്റെ മണമുണ്ടെന്ന കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. സായിപ്പിന്റെ പെർഫ്യൂമിന്റെ മണമുള്ള പൈസയല്ല നമ്മൾ ഇടുന്നത്. ഡോളറോ ദിനാറോ ദിർഹമോ റിയാലോ അല്ല. പകരം ഈ നാടിന്റെ റുപ്പീസ്, അതിനകത്ത് വിയർപ്പിന്റെ മണമുണ്ട്. ചില 10 രൂപയോ 100 രൂപയോ 50 രൂപയോ നോക്കിയാൽ അതിനകത്ത് മത്സ്യത്തൊഴിലാളികളുടെ, മത്സ്യബന്ധന തൊഴിലാളികളുടെ, മത്സ്യവിപണന തൊഴിലാളികളുടെ അവരുടെ കയ്യിൽ നിന്ന് വന്ന ആ നോട്ടിനകത്ത് മീന്റെ ചെതുമ്പൽ പറ്റിയിരിപ്പുണ്ട്. ചിലരുടെ നോട്ടിനകത്ത് അവരുടെ ഫിംഗർ പ്രിന്റോടുകൂടെ അവരുടെ വിയർപ്പ് കണികകൾ വീണ് പടർന്നിട്ടുണ്ട്. ആ വിധമായിരിക്കുന്ന നോട്ടുകൾ ഒരുമിച്ച് സമാഹരിച്ചുകൊണ്ട് ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷം പറയുന്നത് ആരെയും പള്ളിയിലേക്ക് കയറ്റാനല്ല, നിങ്ങളെ നിത്യതയിൽ കൊണ്ടെത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും ഞങ്ങൾ പിന്തിരിയുകയില്ല. കർ വാപ്പസി കർ വാപ്പസി കർ വാപ്പസി എന്നൊക്കെ ആര് ഗർജിച്ചാലും എന്തെങ്കിലുമൊക്കെ തരാമെന്ന് ആരെങ്കിലുമൊക്കെ ഔദാര്യങ്ങൾ ഒട്ടനവധി പൊതിക്കെട്ട് കാട്ടി വിളിച്ചാലും ഈ ക്രിസ്തുവിനെ വിട്ട്, ഈ സുവിശേഷത്തിന്റെ സന്ദേശം വിട്ട്, ഈ നിത്യതയുടെ പ്രഘോഷണ സന്ദേശം വിട്ട് ഒരു കാരണവശാലും മടങ്ങി വരികയില്ല. ഖർ വാപ്പസി എന്ന പ്രയോഗം തന്നെയാണ് ഞങ്ങളുടെ പ്രഭാഷണങ്ങളിലും ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പന്റെ വീട് വിട്ട് അങ്ങ് വിദൂരതയിൽ കീശ നിറയെ കാശുമായി കടന്നുപോയവൻ, ഒട്ടനവധി ദുശീല ദുർഗുണങ്ങൾ, അധാർമികത, അസാൻമാർഗികത, അനാത്മിക പ്രവണതകളിലായി പോയവൻ, വേശ്യാസ്ത്രീകളുടെ സംഘം ചേർന്നവൻ, മറ്റു ഇതര മണ്ഡലത്തിൽ കഴിയുന്നവരുമായിട്ട് ഇഴുകിച്ചേർന്നവൻ, അവസാനം ഒരു കാജാബീടി വലിക്കാൻ പോലും കാശ് മിച്ചം കീശയിൽ ഇല്ലാതെ വന്നപ്പോ അപ്പന്റെ വീടിനെ കുറിച്ച് ഓർത്തിട്ട് അവന് ബോധം വന്നു, അപ്പന്റെ വീട്ടിൽ പോകണം. സുഹൃത്തെ, അതാണ് ഖർ വാപ്പസി എന്ന് പറയുന്നത്. പാപത്തിന്റെ അഴുക്കുചാലിൽ കിടക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു വീണ്ടും വിചാരമുണ്ടാകും. അപ്പന്റെ വീട്, ഏതപ്പന്റെ വീട്? കമ്പിയും കട്ടയും കല്ലും സിമെന്റും പെയിന്റും തടിയും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഏതെങ്കിലും ഒരു വീടല്ല. ഈ ഉലകം നിർമ്മിച്ച ഒരു അപ്പനുണ്ട്. ആ അപ്പൻ ആരുടെയും സ്വന്തമല്ല, ഒരു ഗോത്രത്തിന്റെയും കുത്തകയല്ല, ഒരു മന്ത്രവാദിയുടെയും മന്ത്രോച്ചാരണത്തിന്റെ അക്ഷരക്കൂട്ടിനകത്ത് കാലുകുരുങ്ങി നിൽക്കുന്ന ഒരു അപ്പനല്ല. ഈ ഉലകമുണ്ടാക്കിയവൻ, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ ഒരപ്പനുണ്ട്. അവന്റെ വീട്ടിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ സത്യത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിലേക്ക് മടങ്ങി വരിക. അതാണ് യഥാർത്ഥ ഖർ വാപ്പസി. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാ ഞങ്ങളുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ സന്ദേശം. അപ്പന്റെ വീട് തിരക്കി വരുന്നവൻ കേൾക്കുന്ന ഇടയ്ക്ക് വേറൊരു വാപ്പസി ഉണ്ട്. ഏതാണെന്നറിയാമോ? ചർച്ച് വാപ്പസി. ഖർ വാപ്പസിയെ കുറിച്ച് ദർശനമുള്ളവൻ. അപ്പന്റെ വീട്, സത്യദൈവം, അതാണ് അപ്പൻ. ആ അപ്പന്റെ വീടിനെ കുറിച്ച് അകതാരിൽ വീണ്ടും വിചാരമുള്ളവൻ മടങ്ങി വരുമ്പോൾ അവൻ വന്ന് കയറുന്ന വേറൊന്നാണ് ചർച്ച് എന്ന് പറയുന്ന സഭ. അതിലേക്ക് വരുമ്പോഴാണ് അവന് വേണ്ടി ഒരുക്കപ്പെട്ട വിരുന്നവൻ അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വിരുന്നിലേക്കുള്ള ആഹ്വാനമാണ് സുവിശേഷ ഘോഷണത്തിന്റെ ആഹ്വാനം. തല്ലിയാലും കൊന്നാലും തലവെട്ടി എറിഞ്ഞു കളഞ്ഞാലും എന്തൊക്കെ ചെയ്തു എന്ന് വന്നാലും ഉപരോധം ഏർപ്പെടുത്തി എന്ന് വന്നാലും ഇതേ ഉത്സാഹത്തോടുകൂടെ, ഇതേ ഉന്മേഷത്തോടെ, ഇതേ ആർജവത്വത്തോടുകൂടെ സുവിശേഷത്തെ പ്രഘോഷിപ്പാൻ ഞങ്ങൾക്ക് അകതാരിൽ കർത്താവ് പകർന്നൊരു ആവേശമുണ്ട്. എന്റെ ബഹുമാന്യ സുഹൃത്തുക്കൾ ഇവിടെ ആലപിച്ച ഗാനങ്ങളിലൊക്കെ
പല ഭാഷകളിൽ അവർ ആലപിച്ച ഗാനങ്ങളിലൊക്കെ സുവിശേഷത്തിന്റെ തനിമയാർന്ന അർത്ഥം അങ്ങനെ ആലാപന സൗന്ദര്യത്തോടെ നിങ്ങളെ കാതുകളിലെത്തി. ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ധന്യമായ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ട് ക്രിസ്തുവിന്റെ ആ പാതയിലേക്ക് രക്ഷാകര ദൗത്യത്തിന്റെ നിർവഹണം നിർവഹിച്ച് കർത്താവിന്റെ ആ സ്നേഹമസരണമായ സന്ദേശത്തിന്റെ പന്താവിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതിന് കൃപ ചെയ്യട്ടെ. ഈ യോഗങ്ങൾ ആ നിലയിൽ ധന്യമാകാൻ കർത്താവ് കൃപയകട്ടെ. ചിലരെങ്കിലും ഉൾത്തടത്തിൽ അതിനാവശ്യമായിരിക്കുന്നതിലും ആത്മീയ നിയോഗം ഉണ്ടാകുവാൻ, ചില തെറ്റിദ്ധാരണകൾ മാറി, ചില അബദ്ധമായിരിക്കുന്ന ചിന്താഗതികൾക്ക് മാറ്റമുണ്ടായിട്ട് യഥാർത്ഥ സുവിശേഷത്തിന്റെ തനിമയിലേക്ക് വരുവാനും വ്യക്തമായിരിക്കുന്ന ആചാരാനുഷ്ഠാനക്രമങ്ങൾ മുക്തിക്കും മോക്ഷത്തിനും സായുജ്യത്തിനും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഇന്നും ചെയ്യുന്ന വ്യർത്ഥകാര്യ പരിപാടികളെ വിട്ട് സത്യസുവിശേഷത്തിന്റെ ധന്യതയിലേക്ക് വരുവാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ കേട്ട സന്ദേശങ്ങൾ മറക്കരുത്. കൂട്ടത്തിൽ പിൻ ചെയ്യുവാൻ ഇന്ന് രാത്രിയിൽ റോമാലേഖനത്തിൽ നിന്ന് ഒരു സന്ദേശത്തെ നിങ്ങൾക്ക് നൽകുന്നു. 8-ാം അധ്യായം അതിന് 34-ാമത് വാക്യം. ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, അവൻ പിതാവിന്റെ വലഭാഗെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് വിശ്രുതമായ ദൈവശാസ്ത്രത്തിന്റെ ഉജ്ജ്വലമായ ചിന്താധാരകൾ വാരി നിറച്ച ആത്മീയ കലവറയായ ആ വാക്യത്തിന്റെ പൊരുളിതിരിക്കുവാനാണ് ഈ രാത്രിയിൽ കർത്താവിന്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നതും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നതും. സന്തോഷമുള്ളവർ ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രസംഗവേദിയിൽ നിന്ന് ഒത്തിരി അകലെയാണ് എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും സജീവമായ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും ദൈവവചനം വേണ്ടും വിധത്തിൽ ആഴത്തിൽ അറിയുവാനുള്ള ഏകാഗ്രതയോടും കൂടെ ആയിരിക്കുക. അംഗവിധൂരതയിൽ ശ്രദ്ധിക്കുന്ന മാന്യ സുഹൃത്തുക്കൾ, ദയവായി നിഷ്പക്ഷമായി ഈ സന്ദേശത്തെ നിങ്ങൾ അറിയുക. ക്രിസ്തു മരിച്ചത് എന്തിനാണ്? ക്രിസ്തുവിന്റെ മരണം എപ്പോഴായിരുന്നു? ക്രിസ്തുവിന്റെ മരണം എന്തായിരുന്നു എന്നിത്യാദി വസ്തുതകൾ വിഷയാടിസ്ഥാനത്തിൽ ക്രമീകൃതവും സമീകൃതവുമായി പറഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത്. യാതൊരു നിലയിലും ഒരു ആവേശോജ്വലമായിരിക്കുന്ന ഉപരിപ്ലവത്തിന്റെ തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ച് ദൈവോധനത്തിന് വിരുദ്ധമായതും പുതിയ ഏതെങ്കിലുമൊക്കെ രീതികളിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. സനാതനമായ സത്യം നിന്നു നിർത്തി ആലോചനകൾ അക്കമിട്ട് നിരത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്റെ പ്രഭാഷണത്തെക്കുറിച്ച് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. കർത്താവ് എനിക്ക് നിയോഗം നൽകിയതും എന്നെ ഏൽപ്പിച്ചതുമായ ദൂതുകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ആകയാൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. റോമാലേഖനം അതിനെക്കുറിച്ച് ചെറുതായൊരു വിവരണം തരുന്നത് തുടർന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് സുവിശേഷ ഘോഷണത്തിന്റെ അധികായകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന യെരുശലേമിന്റെ ഫലസ്തീനായുടെ നാൽച്ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്ന് സുവിശേഷത്തെ, ധന്യമായ സുവിശേഷത്തെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക്, യെരുശലേം മുതൽ അങ്ങ് ഇല്ലൂരിയ വരെ, ഇല്ലൂരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന യൂഗോസ്ലാവിയാണ്, അതിനപ്പുറം മറ്റൊരു സ്ഥലമില്ല, രാജ്യമില്ല. അപ്പോൾ ഭൂമിയുടെ അറ്റത്തോളം എന്ന ക്രിസ്തുനാഥന്റെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് അത് നിവർത്തിക്കേണ്ടതിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പൗലോസ് താൻ തന്നെ പറയുന്നു, യെരുശലേം മുതൽ ഇല്ലൂരിയ വരെ ഞാൻ സുവിശേഷം അറിയിച്ചു. വേറൊരുവന്റെ അടിസ്ഥാനത്തിൽ പണിയാതിരിക്കേണ്ടതിന് സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ഇടത്തിലത്രേ എന്നതിന് എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് അടുത്ത വാചകം ഇങ്ങനെ പറയുന്നു, എനിക്കിനി ഇവിടെ സ്ഥലമില്ലായികയാൽ, കണ്ടോ, യെരുശലേം മുതൽ ഇല്ലൂരിയ വരെ പോയി, ഇനി അവിടെ സ്ഥലമില്ലായികയാൽ ഞാൻ സ്പെയിനിലേക്ക് പോകുന്ന വഴിക്ക് റോമക്കാരെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ പ്രയോഗം വളരെയധികം ചിന്തനീയമാണ്. എനിക്കിനി ഇവിടെ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ താൻ കയറാത്ത വീടുകൾ, സുവിശേഷ സംബന്ധമായി താൻ കയറാത്ത വീടുകളില്ല, താൻ അഭിമുഖീകരിക്കാത്ത വ്യക്തികളില്ല, താൻ പരസ്യോഗം നടത്താത്ത കവലകൾ അവശേഷിക്കുന്നില്ല. പട്ടണ പ്രാന്തങ്ങൾ, ഗ്രാമങ്ങൾ, ഇടപെടികൾ, പരിപാടികൾ, നാലാൾ കൂടുന്ന ഏത് കവലയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ധന്യ സുവിശേഷത്തെ ഘോഷിച്ചു പൗലോസ്. ഇനി തനിക്ക് അറിയിക്കുവാൻ വേറൊരു കവല അവശേഷിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം താൻ പ്രസ്താവിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ അതുകൊണ്ട് മടങ്ങി വരികയാണ്. കണ്ടോ, താൻ ശുശ്രൂഷിക്കാൻ പോയ ദേശത്തിന് നിക്കക്കള്ളി ഇല്ലാത്തത് കൊണ്ട് മടങ്ങി വരുന്നു എന്നുള്ളതല്ല, തന്റെ പ്രവർത്തനത്തിന് ഇനി ഒരിഞ്ച് സ്ഥലം പോലും ഇനി അവിടെ അവശേഷിക്കുന്നില്ല. സമഗ്രമായി മൊത്തം മരിച്ചവർക്ക് സുവിശേഷം അറിയിച്ച ആ അനുഗ്രഹിത ദൈവദാസൻ സുവിശേഷീകരണത്തിന്റെ തന്റെ പ്രഭാഷണത്തിന്റെ കാതലായ വിഷയമായിരുന്നു വിശ്വാസത്താലുള്ള നീതീകരണം. കാരണം പാപിയാണെന്ന് അകതാരിൽ ബോധമുണ്ടായതായിരിക്കുന്ന ജനത പാപപരിഹാരത്തിനു വേണ്ടി വിവിധ തരത്തിലുള്ളതായിരിക്കുന്ന പ്രവർത്തികൾ ആവിഷ്കരിക്കുമ്പോൾ അതൊക്കെ വ്യർത്ഥമാണ് എന്നും ആ പ്രവർത്തികളല്ല ചെയ്യേണ്ടത്. ആടിനെയർക്ക്, കാളയർക്ക്, കുറുമ്പ്രാവിന്റെ കഴുത്ത് ഞെരിച്ചൊടിച്ചിട്ട് അതിനെ യാഗപീഠത്തിലിട്ട് കത്തിക്കുന്നതോ അന്നൊന്നുണ്ടാക്കി തിന്നേണ്ട
ചപ്പാത്തിക്കോ റൊട്ടിക്കോ വേണ്ടുന്നതായിരിക്കുന്ന മാവ് യാഗപീഠത്തിൽ അർപ്പിക്കുന്നതോ കൊയ്തു കൂട്ടിക്കൊണ്ടുവന്ന കറ്റ നീരാജനം ചെയ്യുന്നത് കൊണ്ടോ ഒന്നും രക്ഷ സ്വായത്തമാക്കാൻ കഴിയുകയില്ല. നരബലിയോ മൃഗബലിയോ രക്ഷയ്ക്ക് നിദാനമാകുന്നില്ല. രക്താർപ്പണം കൊണ്ടോ പുഷ്പാർച്ചനകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അർപ്പണങ്ങൾ കൊണ്ട് രക്ഷ സ്വായത്തമാക്കാൻ കഴിയുന്നില്ല. രക്ഷ പ്രാപിക്കാൻ കഴിയണമെങ്കിൽ വിശ്വസിക്കണം. എന്തോ വിശ്വസിക്കണം? ക്രിസ്തുവിനെ വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം? ഹൃദയംഗമായി വിശ്വസിക്കണം. എന്തിനു വേണ്ടി വിശ്വസിക്കണം? പാപം പരിഹരിക്കപ്പെടാൻ വിശ്വസിക്കണം. ഈ യാഥാർത്ഥ്യത്തെ തന്റെ ഇടത്തോടെ നെഞ്ചുറപ്പോടെ ഏത് അധികാരിയുടെയും മുൻപിൽ പറയുവാൻ ചങ്കുറ്റം കാണിച്ച ഒരു അസാമാന്യ ധിഷണശാലി, അതാണ് അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന മഹാമാന്യനായ ദൈവദാസൻ. ലാളിത്യത്തോടുകൂടെ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയെ അനവരതം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോയ ആ മഹാമാന്യനായ കർത്തൃദാസന്റെ 14 ലേഖനങ്ങളിൽ വെച്ച് ഈടുറ്റതും പ്രൗഢഗംഭീരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ദൈവശാസ്ത്രത്തിന്റെ അഗാധത്വമുള്ള അവഗാഠതയുള്ള അനുഗ്രഹിത ലേഖനം, അതാണ് റോമാലേഖനം എന്ന് പറയുന്നത്. ഞാൻ ഓടിച്ചെന്ന് പറയാം അതിന്റെ 16 അധ്യായങ്ങളുടെ പൊരുളുകൾ. അത് വേദപഠിതാക്കൾക്ക്, ദൈവദാസന്മാർക്ക് ദൈവവചനം വായിക്കുമ്പോൾ തന്നെ ഇതിന്റെ ആഴം അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ചില ദൈവമക്കൾക്കെങ്കിലും അത് ഉപകാരമാകുമെങ്കിൽ അത് പ്രയോജനപ്രദമാകും എന്ന് കരുതിക്കൊണ്ട് പറയാം. റോമാലേഖനം 1-2 അധ്യായങ്ങൾ എന്ന് പറയുന്നത് രക്ഷയുടെ ആവശ്യകത എന്താണെന്ന് പൗലോസ് വിവരിക്കുകയാണ്. രക്ഷയുടെ ആവശ്യകത, എന്തിന് രക്ഷിക്കപ്പെടണം? മരണ വീട്ടിലും രക്ഷയുടെ സുവിശേഷമാണ് പറയുക, ജനന വീട്ടിലും അത് തന്നെയാണ് പറയുക, വിവാഹ വീട്ടിലും രക്ഷിക്കപ്പെട്ടാൽ യേശുവുമായിട്ടുള്ള വിവാഹത്തിന് ചേരാം എന്ന സന്ദേശം പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിക്കുക. കവലയിലെ പ്രസംഗവും രക്ഷയെക്കുറിച്ച്. അങ്ങനെ ഇടതടവില്ലാതെ സകലയിടങ്ങളിലും രക്ഷ 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 എന്ന് ഉപദേശവർഗം പ്രസംഗിച്ച് കേൾപ്പിക്കുമ്പോൾ ഒരു ചിന്തകന് തോന്നുക, എന്തിനാണ് രക്ഷിക്കപ്പെടേണ്ടത്? ചിന്ത ന്യായമല്ലേ? ആ ചിന്തയ്ക്ക്, ആ ചോദ്യത്തിന് ഉത്തമവും ഉദാത്തവും ഉത്കൃഷ്ടവുമായ ഉത്തരം പറഞ്ഞിരിക്കുന്നതാണ് 1-2 അധ്യായം. പർപ്പസ് ഓഫ് സൽവേഷൻ, അതാണ് റോമാലേഖനം 1-2 അധ്യായങ്ങൾ. ഓർത്തിരിക്കണം, അല്ലെങ്കിൽ കുറിച്ചെടുക്കണം. രക്ഷയുടെ ആവശ്യകത, അതാണ് റോമാലേഖനം 1-2 അധ്യായങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് 3-4 അധ്യായങ്ങൾ രക്ഷയുടെ വഴി, ദ വേ ഓഫ് സൽവേഷൻ എന്നുള്ളത്. രക്ഷയുടെ വഴി എന്താണ് എന്നുള്ളത്, രക്ഷിക്കപ്പെട്ടാൽ എന്താ, രക്ഷിക്കപ്പെടാൻ എന്താണ് മാർഗം എന്നതാണ് 3-4 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കപ്പെടുവാൻ യാഗം കഴിച്ചാൽ മതിയോ? രക്ഷിക്കപ്പെടുവാൻ സ്വയം രക്തം ചിറ്റിച്ചർപ്പിച്ചാൽ മതിയോ? രക്ഷിക്കപ്പെടുവാൻ സ്വയം ആത്മാഹുതി ചെയ്താൽ മതിയോ? രക്ഷിക്കപ്പെടുവാൻ അർപ്പണതർപ്പണങ്ങൾ ചെയ്താൽ മതിയോ? ചെരുപ്പിട്ടോ ചെരുപ്പിടാതെയോ തീർത്ഥയാത്ര ചെയ്താൽ മതിയോ? വിവിധ നിറമുള്ള തുണി അണിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ മതിയോ? അങ്ങനെ ഒട്ടനവധി ചിന്തകൾ അന്നത്തെ മതവിഭാഗങ്ങൾ ജനത്തിന് കൈമാറിയിരുന്നു. അങ്ങിങ്ങായി വെച്ചിരിക്കുന്ന കാണിക്ക വഞ്ചികയിലേക്ക് പണം വന്ന് വീണ് നിറയേണ്ടതിനും അത് കൈകാര്യം ചെയ്യുന്ന അകത്തളത്തിലെ അധികാരിവർഗം, അകത്തളത്തിലെ ആത്മീയ ബൂർഷ്വാ വ്യവസ്ഥിതിയുള്ള ജനതയ്ക്ക് അവർക്ക് ഇഷ്ടം പോലെ കഴിച്ചു കുടിച്ചു പോകുവാൻ വഞ്ചികകൾ നിറഞ്ഞുകൊണ്ടിരുന്നു. പൗലോസ് അതിനെ നോക്കിക്കൊണ്ട് പറയുന്നു, വ്യർത്ഥമാണ്. രക്ഷിക്കപ്പെടുവാൻ ഇങ്ങനെ പണം തിരികിറക്കേണ്ടതില്ല. രക്ഷിക്കപ്പെടുവാൻ ഇങ്ങനെ നിങ്ങൾ വീണ് പതറേണ്ടതില്ല, ഇങ്ങനെ ഉരുളേണ്ടതില്ല, ഇങ്ങനെ ഒന്നും ചെയ്യേണ്ടതില്ല. രക്ഷിക്കപ്പെടുവാൻ ഒറ്റമാർഗം, അതാണ് 3-4 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. രക്ഷ ദൈവം സൗജന്യമായി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് കാലുവറിയുടെ ഉന്നതങ്ങളിൽ മരിച്ച നസറനായിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ കുറ്റമില്ലാത്ത ആ രക്തം, നീതിയുള്ള രക്തം, നിർദോഷ രക്തം, നിഷ്കളങ്ക രക്തം, ആ രക്തം നിങ്ങൾക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടു. ആ രക്തം എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് പ്രത്യൗഷധമാണെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്താൽ നിന്റെ ഏതു വലിയ പാപവും കഴുകി വെടിപ്പാക്കപ്പെടുമെന്ന് സനാതന സത്യം പ്രസ്താവിച്ചുകൊണ്ട് രക്ഷിക്കപ്പെടുവാനുള്ള വഴി പൗലോസ് വിശദീകരിക്കുന്നു. റോമാലേഖനം 3-4 അധ്യായങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അല്പം വേഗതയിലാണ് ഞാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ട്. പക്ഷെ വിഷയത്തിന്റെ വിശാലത കൊണ്ട് ഞാൻ അല്പം വേഗതയിൽ പോകുന്നത്. ഇനി നോക്കിക്കേ, 5, 6, 7, 8 അധ്യായങ്ങൾ ഒരു പാക്കേജാണ്, ഒരു പാക്കറ്റാണ് ഈ ഇത്രയും അധ്യായങ്ങൾ. എന്താണ് ഇതിനകത്ത് പ്രധാന വിഷയമെന്നറിയാമോ? 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളുടെ വിഷയമെന്ന് പറയുന്നത് രക്ഷയുടെ അനന്തര ഫലമാണ്. ദ ഫ്രൂട്ട്സ് ഓഫ് ദ സൽവേഷൻ എന്നതാണ് രക്ഷയുടെ അനന്തര ഫലം. രക്ഷിക്കപ്പെട്ടവന് ലഭിക്കപ്പെടുന്ന അനന്തര ഫലങ്ങൾ, ഉടനടി ലഭിക്കപ്പെടുന്ന ഫലങ്ങളും അല്പം വൈകി വരുന്ന ഫലവും ഒരുമിച്ച് പറയുന്നു. 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ. ഓരോ അധ്യായങ്ങളെയും വ്യത്യസ്തമായി പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. 5-ാം അധ്യായത്തിൽ രക്ഷിക്കപ്പെടുന്ന യേശുക്രിസ്തുവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെടുന്നവൻ നീതീകരിക്കപ്പെടുവാൻ ഇടയാകുന്നു. 6-ാം അധ്യായത്തിൽ ഏകീകരിക്കപ്പെടുന്നു.
7-ാം അധ്യായത്തിൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. 3 വസ്തുതകൾ അക്കമിട്ട് പഠിച്ചോണം. 8-ാം അധ്യായം പിന്നീട് ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കും. 5-ാം അധ്യായം നീതീകരണമാണ്. എന്താ സുഹൃത്തെ നീതീകരണം? പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് സുവിശേഷം കേൾക്കുമ്പോൾ പാപബോധം അകത്തുണ്ടാകും. ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ കർത്താവിന്റെ കാൽക്കൽ വീണിട്ട് പൊന്നു കർത്താവെ ക്ഷമിക്കണമേ എന്ന് നിലവിളിക്കുന്ന മാത്രയിൽ ഒഴിയിറങ്ങുന്ന കണ്ണീർ കണങ്ങൾ ഉണ്ടല്ലോ, അകത്തളം കുത്തിനോവിക്കുമ്പോൾ പാപത്തിൻ്റെതായിരിക്കുന്ന വല്ലാത്ത ആ വേദന അവന്റെ അകത്തളത്തെ കുത്തിനോവിക്കുമ്പോൾ 1000 കൊച്ചു പിച്ചാത്തി കൊണ്ട് ആഞ്ഞാഞ്ഞു കുത്തുന്ന ഒരു വല്ലാത്ത സംഘർഷവും വേദനയും അകത്ത് പിടയുമ്പോൾ കണ്ണീർ കണങ്ങൾ നിറഞ്ഞൊഴുകും, കവിൾത്തടങ്ങൾ ചാലുകളാകും. അതാണ് അനുതാപത്തിന്റെ കരച്ചിൽ എന്ന് പറയുന്നത്. വെറുതെ കരയുന്ന പ്രകടന പ്രഹസനമല്ല പറയുക. സുവിശേഷം കേൾക്കുമ്പോൾ അകതാരിൽ പാപിക്ക് പാപബോധമുണ്ടാകും. അങ്ങനെ ഒഴുക്കപ്പെടുന്ന കണ്ണീർ കണങ്ങളോട് ചേർത്ത് ദൈവം തന്റെ കൃപയും കൂടെ ചേർക്കും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മുടെ കണ്ണീരിന്റെ ആ അളവിനനുസരിച്ച് ദൈവം തന്റെ കൃപയും കൂടെ ചേർക്കും. നമ്മുടെ ചൂടുള്ള കണ്ണുനീരും ദൈവത്തിന്റെ കൃപയും അവന്റെ ആർദ്രത, അതാണ് കൃപ എന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ദൈവം ചേർക്കുമ്പോൾ അത് വീര്യമുള്ള ഒരു കെമിക്കലായി മാറുകയും ഒരു രാസപദാർത്ഥം, കണ്ണീര് തന്നെ ഒരു രാസപദാർത്ഥമാണല്ലോ, അതിന്റെ കൂടെ ദൈവത്തിന്റെ കൃപയും കൂടെ ചേരുമ്പോൾ അത് വീര്യമുള്ള രാസപദാർത്ഥമാകും. ഈ വീര്യമുള്ള രാസപദാർത്ഥത്തെ ദൈവം നമ്മുടെ പാപത്തിന്റെ രേഖ എഴുതിയിരിക്കുന്നതായിരിക്കുന്ന കുറ്റപത്രത്തിന്റെ മേൽ ഒഴിക്കുമ്പോ അത് എന്നേക്കുമായിട്ടങ്ങ് മാഞ്ഞു പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. എഴുതിയതായിരിക്കുന്ന ഒരു പേപ്പർ സൾഫ്യൂരിക് ആസിഡിൽ പൊക്കിയെടുത്താൽ ആ എഴുതിയ വടിവത്തെ അക്ഷരങ്ങൾ മാഞ്ഞു പോയിട്ട് ആ പേപ്പർ തൂവെള്ള നിറമായി കയ്യിൽ കിട്ടുന്ന പോലെ കാലഘട്ടത്തിന് മുൻപ് ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ആ വല്ലാത്ത എഴുത്ത്, മായ്ക്കാനാവാത്ത എഴുത്ത്, യാഗം കൊണ്ട് മായ്ക്കാൻ കഴിയാത്ത, ദാനധർമ്മങ്ങൾ കൊണ്ട് മായ്ക്കാൻ കഴിയാത്ത, സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് ആണിത്തിമിർത്താൽ മായ്ക്കാൻ കഴിയാത്ത, എന്തൊക്കെ വമ്പൻ കാര്യങ്ങൾ ചെയ്താലും കർമ്മകാണ്ഡ പദ്ധതികൾ ചെയ്താലും മായ്ക്കാൻ കഴിയാത്ത വിധമുള്ളതായിരിക്കുന്ന പാപത്തിന്റെ രേഖയുടെ അക്ഷരക്കൂട്ടുകളെ മായ്ച്ചു കളയുവാൻ ഒറ്റ മാർഗമാണ് പാപിയുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന അനുതാപത്തിന്റെ കണ്ണുനീര് ചേർത്ത സമം ദൈവം തന്റെ കൃപയും കൂടെ ചേർക്കുമ്പോ അത് ഒരുമിച്ചൊരു വീര്യമുള്ള രാസപദാർത്ഥമായി പാപത്തിന്റെ രേഖയുടെ മേൽ ഒഴിക്കപ്പെടുന്നു. അത് എന്നേക്കുമായി മായ്ക്കപ്പെടുകയാണ്. അതാണ് ദൈവത്തിന്റെ നീതീകരണം. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ അത് എഴുതി പിടിപ്പിച്ചുകൊണ്ട് വരാൻ ആരെക്കൊണ്ട് പറ്റില്ല. പിന്നെ ആ രേഖ എടുത്തു വെച്ച് കണ്ട് നമ്മെ പേടിപ്പിക്കുവാനോ അന്തരംഗത്തിൽ അപകർഷതാബോധം വരുത്തുവാൻ ഒരു ശക്തിക്കുമാവില്ല, ഒരു ദുഷ്ടഭൂത പ്രേത പിശാചിനുമാവില്ല, ഒരു പാതാളത്തിന്റെ വ്യവസ്ഥിക്കുമാകില്ല. ദൈവം മായ്ച്ചു കളഞ്ഞാൽ അത് മായ്ച്ചത് തന്നെയാ. അതാണ് നീതീകരണം. ബോധ്യമായവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതാണ് 5-ാം അധ്യായം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന 1-ാം വാക്യം. അതിന്റെ 11-ാമത് വാക്യം, ഇപ്പോൾ നമുക്ക് നിരപ്പ് ലഭിച്ചതിന് കാരണമായ ക്രിസ്തു യേശു നിമിത്തം. കണ്ടോ അതിന്റെ നിലവാരം, അതിന്റെ ആവശ്യകത, അതൊക്കെ അതിന്റെ തനിമയോടുകൂടെ ഏറ്റെടുക്കുമ്പോഴാണ് ക്രിസ്തുവിനോട് നാം ഏകീകരിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായം അതാണ് പറയുന്നത്. അവന്റെ മരണയടക്ക പുനരുദ്ധാനത്തോട് നമ്മൾ ഏകീഭവിക്കുകയും ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അതുപോലെ ഞാൻ അവന് വേണ്ടി പാപത്തിൽ മരിക്കണം. ക്രിസ്തു എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ ജഡത്തിൽ അടക്കപ്പെടണം. 5-6 പിടി മണ്ണ് വാരിയിടുന്നതല്ല അടക്കമെന്ന് പറയുന്നത്. പിന്നെ കുഴി ഉണ്ടാക്കുവാൻ വെട്ടിക്കയറ്റിയ മണ്ണ് മുഴുവനും മൃതശരീരത്തിന്റെ മുകളിലിട്ട് മറവ് ചെയ്യുന്ന രീതിയാണ് ആ അടക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അടക്കം എന്നതുപോലെ മൃതശരീരമോ അതടക്കം ചെയ്ത പെട്ടിയോ അതിന്റെ വട്ടമൊട്ടിച്ചിരിക്കുന്ന ഗിൽറ്റിട്ട പേപ്പറിന്റെ തിളക്കമോ കാണാത്ത വിധം അകത്തളത്തിലേക്ക് ഇറക്കി വെക്കുന്ന പോലെ പാപത്തിൽ മരിച്ച വ്യക്തിയും പടവുകൾ ഇറങ്ങി വെള്ളത്തിലെ കരക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവദാസന്റെ അരികിലേക്ക് വരുമ്പോ അവന്റെ വായ്മൊഴിയിൻ പ്രകാരവും വിശുദ്ധ വചനത്തിൻ പ്രകാരവും അവന്റെ സമ്മതത്തിൻ പ്രകാരവും വെള്ളത്തിലേക്ക് ദൈവദാസൻ അഭിഷക്തൻ പിടിച്ച് താക്കുമ്പോ ആണിവിരൽ പോലും പുറത്ത് കാണില്ല, ഒരു മുടിനാരട പോലും പുറത്ത് കാണാത്ത വിധം പിടിച്ച് താക്കുന്നത് സുഹൃത്തെ വാശി തീർക്കാനല്ല. പിന്നെ എന്തിനാ താക്കുന്നതെന്ന് അറിയാമോ? അടക്കത്തിന്റെ രൂപത്തോട് ഏകീഭവിക്കാനാണ്. ഈ മൃതശരീരം പൂർണ്ണമായും അടക്കം ചെയ്യപ്പെടണം. പക്ഷെ യേശു അടക്കം ചെയ്യപ്പെടുക മാത്രമല്ല, അവൻ ഉയർക്കപ്പെടുകയും കൂടെ ചെയ്തു. അതാണ് മുക്കിയ ഉടനെ ഞങ്ങൾ പൊക്കുകയും ചെയ്യുന്നത്. ബോധ്യമായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉപദേശ വസ്തുതകൾ ആഴത്തിൽ നാം അറിഞ്ഞുകൊള്ളണം. അതാണ് സ്നാനത്തിന്റെ രീതി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരാൾ അവനോട് ഏകീകരിക്കപ്പെടുകയും ക്രിസ്തുവിന്റെ
ശരീരത്തോട് ഏകീകരിക്കപ്പെടുന്നു. ക്രിസ്തുവിന്റെ ശരീരം സമം സഭയാണ്. ആ സഭയോട് ഏകീകരിക്കപ്പെടുവാൻ അത് കാരണമാകുന്നു. ഇത്തരത്തിൽ ആ ശുശ്രൂഷ ചെയ്തിട്ടില്ലാത്തവരാരും യഥാർത്ഥ സഭയോട് ഏകീകരിക്കപ്പെട്ടിട്ടില്ല, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ടില്ല എന്ന വസ്തുത ഉള്ളത്തിൽ പൊരുൾതിരിഞ്ഞ് വന്നു എന്ന് ഞാൻ കരുതട്ടെ. ഇനി 7-ാം അധ്യായം. അങ്ങനെ സ്നാനപ്പെട്ടവൻ പിന്നീട് വിശുദ്ധ ജീവിതത്തിന്റെ തികവിലേക്ക് വരികയും 7-ാം അധ്യായം ജഡത്തിലെ സകല ഇന്ദ്രിയ അവസ്ഥിതികളിലും വാണു നിൽക്കുന്ന പാപരാഗത്തിന്റെ നിയോഗങ്ങളെ ക്രിസ്തുയേശുവിനു വേണ്ടി ക്രൂശിക്കുന്ന ഒരു അനുഭവമാണ് റോമാലേഖനം 7. എന്റെ കുഞ്ഞനുജത്തിമാർ പലരിവിടെയുണ്ട്, കുഞ്ഞനുജന്മാർ ഒത്തിരി പേര് ഇവിടെയുണ്ട്. റോമാലേഖനം 7-ാം അധ്യായം സവിസ്തരം പഠിക്കണം. ഞാനോ ജഡീക മനുഷ്യൻ, റോമർ 7:14. ഞാൻ അരിഷ്ട മനുഷ്യൻ, റോമർ 7:24. ഈ വാക്യങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മനുഷ്യന്റെ അരാജകത്വമാണ്, ഒരു മനുഷ്യന്റെ വല്ലാത്ത പാപ്പരത്വമാണ്. കീശയിൽ കാശുണ്ടെങ്കിലോ ബന്ധുബലമോ സ്വാധീനതയോ രാഷ്ട്രീയ മീമാംസകളിലെ പിടിപാടുകളോ അങ്ങ് ഇന്ദ്രപ്രസ്ഥം വരെ മൊബൈൽ ഫോൺ കൊണ്ട് ബന്ധപ്പെടുവാൻ കഴിയുന്ന വമ്പൻ താരമായിക്കൊള്ളട്ടെ. പക്ഷേ കേൾക്കണേ ഒരു വിവരം, പാപം പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ക്രിസ്തുവിന്റെ ശരീരത്തോടെ ഏകീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, പാപം അതിന്റെ രേഖ മാഞ്ഞ് നീതീകരണം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിന്റെ പേര് ജഡീക മനുഷ്യനെന്നും നിന്റെ പേര് അരിഷ്ട മനുഷ്യനെന്നുമാണ്. അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? റോമർ 7:24 ഇങ്ങനെ പറയുന്നു, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ എന്നെ ആറ് വിടുവിക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തെ കുറിച്ചല്ല പറയുന്നത്. അതൊരു വലിയ ചിത്രമാണ്, ലജ്ജിപ്പിക്കുന്ന ഒരു ചിത്രമാണ്, നമുക്ക് അറപ്പ് വരുത്തുന്ന ഒരു ചിത്രമാണ്. മരണത്തിന് അധീനമായ ശരീരം എന്ന പ്രയോഗം കേൾക്കണോ? സമയമില്ലെങ്കിലും ഞാനതിനെ ഒന്ന് വിശദീകരിക്കാം, ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവത്തിന്റെ വചനം ആഴത്തിലറിയുവാൻ താല്പര്യമുള്ള യുവചേതന എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനെടുത്ത നിരവധി ക്ലാസ്സുകളിൽ വന്ന് അമർന്നിരുന്ന് ദൈവവചനം പഠിച്ച് ഒട്ടനവധി യുവചേതന ഇവിടെയുണ്ട്. അവരുടെ അറിവിലേക്ക് ഞാൻ പറയാം. അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്നത് ഈ മരണത്തിന് അധീനമായ ശരീരം ചുമക്കുന്ന ഒരാള് എന്ന് പറഞ്ഞാൽ കുറ്റവാളിയായ ഒരു വ്യക്തി ജയിലിൽ മരിച്ചാൽ അല്ലെങ്കിൽ തൂക്കിക്കൊല ചെയ്യപ്പെട്ട ഒരു കുറ്റവാളിയുടെ മൃതശരീരത്തെ ഏറ്റെടുക്കുവാൻ ബന്ധുമിത്രാദികൾ മുൻപോട്ട് വരുന്നില്ലെങ്കിൽ ആ മൃതശരീരം വേണ്ടുന്ന നിലയിൽ അടക്കം ചെയ്യാനൊന്നും അക്കാലത്ത് റോമാ സാമ്രാജ്യം ചെയ്തിരുന്നില്ല. അവനെ എവിടെയെങ്കിലും വിജനതയിൽ കൊണ്ട് കളയും. അത് വല്ല കഴുകനോ അല്ലെങ്കിൽ മറ്റു തരം മൃഗങ്ങളോ മരുമൃഗങ്ങളോ വന്ന് തിന്നുപോകുകയാ ചെയ്യുക, അല്ലെങ്കിൽ വല്ല ഓടച്ചാലിനും കൊണ്ടിടുകയാ ചെയ്യാറുള്ളത്. കാരണം ഇവൻ കുറ്റവാളിയാ. പക്ഷെ ഇവനെ തൂക്കിക്കൊന്ന ശേഷം ഇവന്റെ മൃതശരീരത്തിന് ആളില്ലെങ്കിൽ അവരിങ്ങനെ അന്വേഷിക്കും. ഈ മാരകമായിരിക്കുന്ന ചില കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈംഗിക കൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ, കൊലപാതകികളായിട്ടുള്ള ചില ആളുകൾ, അവർക്ക് കൊടുക്കുന്ന ശിക്ഷ മാരകമായിട്ടുള്ളത്. അങ്ങനെയുള്ള ചില ശിക്ഷ അനുഭവിച്ച് കഴിയുന്ന ചില കുറ്റവാളികളെ പിടിച്ചിട്ട് അവരെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ മൃതശരീരം സൂക്ഷിച്ച് ചില ദിവസങ്ങൾ വെക്കും. യാതൊരു വിധത്തിലുള്ളതായിരിക്കുന്ന ശീതീകരണ പ്രക്രിയയുമില്ലാതെ വെറുതെ തുറന്ന സ്ഥലത്ത് ഈ മൃതശരീരത്തെ 2-3 ദിവസം ഇട്ടിരിക്കും. അതവിടെ കിടന്ന് ചീർത്ത് വീർത്ത് ജീർണിച്ച് വല്ലാതെയാകും. അങ്ങനെ നാറ്റം വമിച്ചു തുടങ്ങുന്നതായിരിക്കുന്ന ഈ മൃതശരീരത്തെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ജീവനുള്ള കുറ്റവാളിയുടെ ശരീരത്തോട് ചേർത്ത് വെച്ച് കെട്ടുകയാ. ഒന്ന് ഓർത്തു നോക്കിക്കേ. അത് പുറവും ചേർന്നിരിക്കത്തക്ക നിലയിലല്ല, മുഖാമുഖമായി ചേർന്നിരിക്കത്തക്ക നിലയിൽ ഈ കുറ്റവാളിയെ ഈ ശരീരത്തോട് ചേർത്ത് വെച്ച് കെട്ടും. മുഖം ഒരുമിച്ച് മുട്ടിയിരിക്കത്തക്ക നിലയിൽ, നെഞ്ച് ഒരുമിച്ച് ചേർന്നിരിക്കത്തക്ക നിലയിൽ ജീവനുള്ള കുറ്റവാളിയുടെ അവന്റെ കൈകൾ ഈ മൃതശരീരത്തെ അണച്ചു വെക്കത്തക്ക നിലയിൽ, അങ്ങനെ പുണർന്ന് നിൽക്കത്തക്ക നിലയിൽ ചേർത്ത് ബന്ധിക്കുകയാണ്. ഈ ശരീരം ഇങ്ങനെ ചീർത്തുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് നാറ്റം വമിച്ചുകൊണ്ടിരിക്കും. കണ്ണ് തുറക്കണമെന്നവൻ ആഗ്രഹമുണ്ട്, തുറക്കാൻ കഴിയില്ല. വായി തുറന്ന് അയ്യോ എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ മൃതശരീരത്തിന്റെ ഗന്ധം, മൃതശരീരത്തിൽ വമിക്കാൻ തുടങ്ങുന്ന കറുത്ത തലയുള്ള വെളുത്ത ശരീരമുള്ള പുഴുക്കൾ വമിച്ചു തുടങ്ങുന്നു. ഇതിവന്റെ ശരീരത്തിലേക്ക് ഇഴഞ്ഞു കയറും. എന്നിട്ട് ഈ കെട്ടിയ ഈ മൃതശരീരത്തോട് ചേർത്ത് വെച്ച് കെട്ടിയ ഈ കുറ്റവാളിയെ എവിടെങ്കിലും ഉപേക്ഷിച്ചിരിക്കും. അവന് രക്ഷപ്പെട്ടു പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആരും അവനെ അഴിക്കാൻ വരികയില്ല. കാരണം റോമാ സാമ്രാജ്യത്തിന്റെ കനത്ത ശിക്ഷയേറ്റ ഇവനെ അഴിച്ചുവിടുവാൻ കരുത്തുള്ള വേറെ ആരുമില്ല. മനസ്സിലായോ? അപ്പോൾ അവൻ അവിടെ കിടന്നുകൊണ്ട് വിളിക്കുന്ന വിളിയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരം കണ്ടോ, മരണപ്പെട്ടുപോയ ഈ ശരീരം, മരണം മുറുക്ക പിടിച്ചിരിക്കുന്ന ഈ ശരീരം, അളിഞ്ഞു തുടങ്ങി ജീർണിച്ചു തുടങ്ങി പുഴുവരിക്കുന്ന ഈ
ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്ന്. അവനത് കുടഞ്ഞു കളഞ്ഞിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കെട്ടിവെച്ചിരിക്കുകയോ കുടയാൻ പറ്റില്ല. ഈ കെട്ടഴിക്കുവാൻ കൽപ്പിച്ചവന് മാത്രമേ കരുണ തോന്നി കെട്ടഴിക്കാൻ നിർവാഹമുള്ളൂ. പക്ഷെ കെട്ടുവാൻ പറഞ്ഞവൻ അവിടുത്തെ മജിസ്ട്രേറ്റ് ആണ്. അദ്ദേഹത്തിന് അങ്ങനെ കരുണ തോന്നേണ്ട കാര്യമില്ല. പിന്നെ ഈ കെട്ടഴിക്കുവാൻ കരുത്തുള്ളത് ആരെന്നറിയാമോ? ഈ മജിസ്ട്രേറ്റിലും പരമാധികാരിയായ ഒരുവൻ വരണം. അതാ രാജ്യത്തിലില്ല. ഇതാണ് ഒരു പാപിയുടെ യഥാർത്ഥ ചിത്രം. പാപി യഥാർത്ഥത്തിൽ വഹിക്കുന്നത് ഒരു മൃതശരീരത്തെയാണ്. അത് അവന്റെ ശരീരത്തെയല്ല, അവന്റെ ശരീരത്തിന്റെ സിരാനരകളിലേക്ക്, നാഡീഞരമ്പുകളിലേക്ക്, അസ്ഥിവ്യൂഹങ്ങളിലേക്ക്, മാംസപേശികളിലേക്ക് വ്യാപരിച്ചു നിൽക്കുന്ന പാപമെന്ന മാരകമായിരിക്കുന്ന ഒരു വിപത്തുണ്ട്. അത് അവനെ ഒരു വല്ലാത്ത മൃതശരീരം ചുമപ്പിക്കുന്നത് പോലെ അവനെ കൊണ്ടു നടക്കുന്നു. ഇത് കുടഞ്ഞു കളയണം. മദ്യപാനം ഉപേക്ഷിക്കണം, കുടഞ്ഞു കളയണം. പുകവലി കുടഞ്ഞു കളയണം. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കുടഞ്ഞു കളയണം. ഭാര്യ അറിയാതെയുള്ള കുത്തഴിഞ്ഞ ലൈംഗികതയുടെ ഇടപാട് വിട്ടുകളയണം. ഭർത്താവ് അറിയാതെയുള്ള എന്റെ അബദ്ധ സഞ്ചാരത്തിന്റെ രഹസ്യ പാപം വിട്ടുകളയണം. കുടഞ്ഞു കളഞ്ഞിട്ടൊന്ന് സ്വതന്ത്രമാക്കപ്പെടണം എന്ന അകതാരിൽ ആഗ്രഹമുണ്ടെങ്കിലും, രക്ഷപ്പെടണമെന്നും നന്നായി ജീവിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിലും, മോഷണം നിർത്തണം, മാന്യമായി ജീവിക്കണം, അലസമല്ലാതെ ജീവിക്കണമെന്നൊക്കെ ഹൃത്തടത്തിൽ ആഗ്രഹമുണ്ടെങ്കിലും, ഈ ദുസ്വഭാവങ്ങൾ അകത്ത് കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ട് കുടഞ്ഞെറിയാൻ കഴിയില്ല. ആരാ കെട്ടിവെച്ചത്? ലോകത്തിന്റെ പ്രഭുവായ പിശാചാണ്. ഇനി പിശാച് അഴിച്ചുവിടുമോ? ഇല്ല. പിശാചിനെ അഴിക്കുന്ന പ്രയോഗമില്ല, പിശാച് കെട്ടുന്ന പ്രയോഗമേ ഉള്ളൂ. പിന്നെ ആരഴിക്കും ഇത്? ഉപദേശിക്ക് പറ്റുമോ? വേറെ ആർക്കെങ്കിലും പറ്റുമോ? പറ്റില്ല. ഏതെങ്കിലും കർമ്മിക്ക് പറ്റുമോ? ഏതെങ്കിലും പാതിരിക്ക് പറ്റുമോ? പൂജാരിക്ക് പറ്റുമോ? പറ്റുകയില്ല. പിന്നെ ആർക്കാ ഇത് പറ്റുക? പിശാചിന്റെ മീതെ പരമാധികാരമുള്ള ഒരാൾക്കേ പറ്റൂ. അത് ആർക്കാണെന്നറിയാമോ? മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ പിശാചിന്റെ കെട്ടടിച്ച് വ്യക്തികളെ സ്വതന്ത്രമാക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു പാപിയുടെ ചിത്രമാണ് റോമാ ലേഖനം 7. അതുകൊണ്ട് കർത്താവ് അഴിച്ചുവിട്ട് കഴിയുമ്പോൾ ഇവൻ ജീവിക്കുന്നത് വിശുദ്ധിയുടെ തട്ടകത്തിൽ. അപ്പൊ 5-ാം അധ്യായം നീതീകരണം, 6-ാം അധ്യായം ഏകീകരണം, 7-ാം അധ്യായം വിശുദ്ധീകരണമാണ്. ഒന്നുകൂടെ ഒരു ചിന്ത കൂടെ ഓർത്തിരിക്കാൻ ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേട്ടോണം വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ. ആത്മീയമായ ചിന്തകളെ ആഴത്തിലറിയുവാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ചിന്ത കൂടി ഈ 3 അധ്യായവുമായി ബന്ധപ്പെടുത്തി ഞാൻ പറയാം. 5-ാം അധ്യായം നീതീകരണം എന്ന് പറഞ്ഞില്ലേ? അത് കാൽവറിയാണ്. 6-ാം അധ്യായം ഏകീകരണം എന്ന് പറഞ്ഞില്ലേ? അത് സ്നാനമാണെന്നറിയാമല്ലോ, അത് സ്നാനക്കടവാണ്. ഓക്കെ. 5-ാം അധ്യായം നീതീകരണം അത് കാൽവറിയിലൂടെയാണ്. 6-ാം അധ്യായം ഏകീകരണം അത് സ്നാനക്കുളത്തിലൂടെയാണ്. 7-ാം അധ്യായം വിശുദ്ധീകരണം അത് ദൈവസഭയിലൂടെയാണ്. അപ്പൊ കാൽവറിയിൽ വന്നവൻ സ്നാനക്കുളത്തിൽ ഇറങ്ങണം. സ്നാനക്കുളത്തിൽ നിന്ന് കയറുന്നവൻ നേരെ പോകേണ്ടത് വേർപെട്ട സഭയിലേക്കായിരിക്കണം. അതാണ് അതിന്റെ ഉപദേശത്തിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ. അത് ഓർത്തിരുന്നോണം. സ്നാനപ്പെട്ടിട്ട് കയറി അതുവഴിയെങ്കിലും പോകരുത്. ഒറ്റ മനുഷ്യനുമായിട്ട് അതുവഴി ഇതുവഴി കറങ്ങി നടക്കരുത്. സ്നാനപ്പെട്ടവൻ വിശുദ്ധീകരണത്തിന്റെ തികവിന് വേർപെട്ട ദൈവസഭയിലേക്ക് മാറിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സത്യത്തിൽ അത് പഠിച്ചു വരുമ്പോൾ 1 ക്രൂസ്, അതായത് കാൽവറി. 2 യോർദാൻ, അഥവാ യേശു സ്നാനപ്പെട്ട ഇടം, യോർദാന്റെ കടവ്. 3 ദൈവത്തിന്റെ സഭ. ഇതാണ് ഒരു ഓർഡർ എന്ന് നാം അറിയണം. ഈ 3 തട്ടകങ്ങളെ നന്നായി ക്രമീകരിക്കുവാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അവർക്കാണ് 8-ാം അധ്യായത്തിൽ മറ്റൊന്നുണ്ട്, മഹത്വീകരണം അഥവാ തേജസ്കരണം എന്ന് പറയുന്നത്. ഈ 4 ചിന്തകൾ ഓർത്തിരിക്കണം. 5-ാം അധ്യായത്തിൽ നീതീകരണം, 6-ാം അധ്യായത്തിൽ ഏകീകരണം, 7-ാം അധ്യായത്തിൽ വിശുദ്ധീകരണം. ഇത് 3 അനുഭവിക്കുന്നവന് 8-ാം അധ്യായത്തിൽ മഹത്വീകരണം. ആ പ്രത്യാശയുള്ളവർ എത്ര പേരുണ്ട്? ആ മഹത്വീകരണം എപ്പോഴാ സംഭവിക്കുക? സഭയിൽ വെച്ചല്ല, പിന്നെ സ്നാനക്കുളത്തിൽ വെച്ചല്ല, പിന്നെ എപ്പോഴാ സംഭവിക്കുക? നീതീകരണം പ്രാപിക്കുന്ന നേരത്തല്ല അത് മഹത്വീകരണം ഉണ്ടാകുന്നത്. മഹത്വീകരണം നമുക്ക് സംഭവിക്കുന്നത് എപ്പോഴെന്നറിയാമോ? ദൈവസഭയുടെ ഭാവി പ്രത്യാശയായ ക്രിസ്തുവിന്റെ പുനരാഗമനം സംഭവിക്കുന്ന വേളയിൽ അവന്റെ കാഹളത്തിന്റെ നാദം, ഗംഭീര ശബ്ദം, ദൈവത്തിന്റെ പ്രധാന ദൂതന്റെ ശബ്ദം ഒരുമിച്ച് മുഴങ്ങുന്ന വേളയിൽ മരിച്ചുപോയ മൃതന്മാർ ഈ 6 അടി മണ്ണിന്റെ കനം ഭേദിച്ച് നമ്മൾ വാർത്തുണ്ടാക്കിയതായിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന സിമന്റ് സ്ലാബ് പൊട്ടിച്ച്, നിസാരമായി പൊട്ടിച്ച് പുറത്തു വരുന്ന മാത്രയിൽ ഈ മൺ ശരീരമായിട്ടല്ല പുറത്തു വരുന്നത്, അമർത്യതയുടെ നവയൗവനമായ പുറത്തു വരുന്നത്. അപ്പോൾ നാം പ്രാപിക്കുന്ന ഒരു അനുഭവമാണ് തേജസ്കരണം. ആ പ്രത്യാശയുള്ളവരെ കരമടിച്ചവനെ ആരാധിക്ക്, കരമടിച്ചവനെ സ്തുതിക്ക്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ മറവ് ചെയ്തതായിരിക്കുന്ന പാസ്റ്റർ ജേസി പാറക്കടവിനടക്കമുള്ള മുൻപേ പറന്നുപോയ വിശുദ്ധ ഗണങ്ങൾ പ്രൈസ് ദി ലോർഡ് ഒരുമിച്ച് ഈ തിരസ്കരണം പ്രാപിച്ച് പുറത്തു വരാനിടയാകും. പോയല്ലോ എന്നോർത്ത്
ഹൃദയം ഇന്നും നോവ് അനുഭവിക്കുന്നുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയ സജിമോന്റെ പപ്പ ഒരു വിശുദ്ധനായ മനുഷ്യനായിരുന്നു. നിങ്ങൾക്കറിയാം, പെരിങ്ങമലക്കാർക്ക് അദ്ദേഹം അടക്കം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒത്തിരി പേര് മുംബൈ പോയിട്ടുണ്ട്. എൻ്റെ പപ്പ ഫാസ്റ്റർ എബ്രഹാം ചാക്കോ, എൻ്റെ ഒരു കുഞ്ഞനുജനുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും ഇളയ അനുജൻ സിബി എന്ന അനുജൻ, അവൻ 4ാമത്തെ വയസ്സിലാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അങ്ങനെ ഒട്ടനവധി മരണത്തിൻ്റെ ദുഃഖം ജീവിത വഴിത്താരയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും നോക്കുമ്പോൾ എനിക്ക് മാത്രമല്ല, നിങ്ങൾ കമ്പ്യൂട്ടർ വേഗനെ ഓർത്തു നോക്ക്, നമുക്ക് പ്രിയങ്കരായിരുന്ന ഒട്ടനവധി ആളുകൾ, നമ്മെ തട്ടിത്തലോടി തഴുകി വളർത്തിക്കൊണ്ട് വന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മോടൊപ്പം ജനിച്ച നമ്മുടെ സഹോദരങ്ങൾ, ജീവിത പങ്കാളികളെ നഷ്ടപ്പെട്ടവരുണ്ട്, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ട്. അതൊരു നിത്യ ദുഃഖമല്ല. കർത്താവിന്റെ കാഹളം കേൾക്കുന്ന മാത്രയിൽ തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി അവർ ഉയർത്തുവരും. അത് സുവിശേഷത്തിന്റെ അനുഗ്രഹീതമായിരിക്കുന്ന പ്രത്യാശയാണ്. ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവൻ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല, പകരം പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസമുള്ളവർ എത്ര പേരുണ്ടെന്ന് രാത്രിയിൽ? പുനർജന്മത്തിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്, പുനരുദ്ധാനത്തിലാണ്. ഹല്ലേലൂയ. അതാണ് മഹത്വീകരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു പദമാണ് തേജസ്കരണം എന്ന് പറയുന്നത്. അപ്പോൾ നീതീകരണം സൂക്ഷിച്ചോണം, ഏകീകരണം അതിന്റെ തനിമയിൽ അനുഭവിച്ചോണം, വിശുദ്ധീകരണത്തിൽ നിലനിന്നോണം. ഇത് മൂന്നും അതിന്റെ തനിമയിൽ കൈമോശം വരാതെ സൂക്ഷിക്കുവാൻ കഴിയുമ്പോൾ നമുക്ക് ലഭിക്കപ്പെടുന്നതാണ് തേജസ്കരണം അഥവാ മഹത്വീകരണം എന്ന് പറയുന്നത്. പുനരാഗമനത്തിൽ നമുക്കത് ലഭ്യമാകും. ഇന്ന് കറുത്തതും വെളുത്തതും വിളർച്ചയുള്ളതും വളർച്ചയുള്ളതും വണ്ണം കൂടിയതും വണ്ണം കുറഞ്ഞതും വിവിധ തരത്തിലെ ചുറ്റുവട്ടത്തിൽ നിന്ന് നോക്കി ഇരിക്കുന്നവർ ഏതെല്ലാം രീതിയിലാണ് ഇരിക്കുന്നത്, പല ടൈപ്പില്. പക്ഷേ ഇതെല്ലാം ഈ വ്യത്യസ്തതകളും വ്യതിരക്തതകളും മാറിയിട്ട് നാം എല്ലാവരും അവനിരിക്കും പോലെയാകും, അവനെ പോലെയാകും. അവനിൽ പ്രത്യാശയുള്ളവരെല്ലാവരും അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ ഇരിക്കും പോലെ. ആ പ്രത്യാശയുള്ളവർ എത്ര പേരുടെ കരം വീശി കർത്താവിനെ സ്തുതിക്ക്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ പോലെ. ആമേൻ. അതാണ് റോമാലേഖനം 8-ാം അധ്യായം എന്ന് നമ്മൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ ഈ പറയപ്പെട്ട അതിമഹത്തായിരിക്കുന്ന ദൈവശാസ്ത്രത്തിന്റെ ഉജ്ജ്വലമായ വിഷയങ്ങൾ അടക്കം ചെയ്തിരിക്കുകയാണ്. പുറത്ത് ശ്രദ്ധിക്കുന്നവർക്കും അകത്ത് ശ്രദ്ധിക്കുന്നവർക്കും ഒരേപോലെ ആശയങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അടുത്ത റോമാലേഖനം 9 മുതൽ 9, 10, 11 വരെയുള്ള 3 അധ്യായങ്ങൾ എന്ന് പറയുന്നത് യഹൂദനോടുള്ള ദൈവിക രക്ഷാ പദ്ധതിയാണ്. യഹൂദനെ ദൈവം രക്ഷയിൽ എങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു, കർമ്മകാണ്ഡങ്ങൾ കൊണ്ട് ജുഡായിസം എന്ന മതത്തിലധിഷ്ഠിതമായി മുൻപോട്ട് പോയ യഹൂദ ജനതയ്ക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി പ്രയോജനമാകുന്നത്. അതാണ് റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ. ഒന്നുകൂടെ വ്യക്തമാക്കി തരാം, ശ്രദ്ധിച്ചു കേട്ടണം. എഴുതുന്നവർ ഒത്തിരി പേരുണ്ടതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ നിർത്തി പറയാം. റോമാലേഖനം 9-ാം അധ്യായം യഹൂദന്റെ ഭൂതകാല രക്ഷയാണ്. റോമാലേഖനം 10-ാം അധ്യായം യഹൂദന്റെ വർത്തമാനകാല രക്ഷയാണ്. റോമാലേഖനം 11-ാം അധ്യായം യഹൂദന്റെ ഭാവികാല രക്ഷയാണ്. ഒന്നുകൂടെ പറയാം, യഹൂദൻ ഇന്നലകളിൽ അനുഭവിച്ച രക്ഷയെക്കുറിച്ച് 9-ാം അധ്യായം പറയുന്നത്. യഹൂദൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക രക്ഷാ പദ്ധതിയെക്കുറിച്ച് 10-ാം അധ്യായം. യഹൂദൻ നാളെ അനുഭവിക്കാൻ പോകുന്ന രക്ഷാ പദ്ധതിയെക്കുറിച്ച് 11-ാം അധ്യായം പറയുന്നു. ഇങ്ങനെ 3 അധ്യായങ്ങളിൽ യഹൂദന്റെ രക്ഷാ പദ്ധതിയെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഓർത്തുകൊള്ളണം. ഇനി അടുത്തത് 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ വിവരിക്കുന്നില്ല. ഈ അധ്യായങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ ഇങ്ങനെ എഴുതിക്കൊള്ളുക. 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ ക്രൈസ്തവ സഭയുടെ പ്രായോഗിക ഉപദേശ സംഹിതകൾ. ക്രൈസ്തവ സഭയുടെ പ്രായോഗിക ഉപദേശ സംഹിതകൾ, അതാണ് റോമാലേഖനം. അപ്പോൾ ഇത്രത്തോളമായപ്പോൾ, അതായത് രക്ഷിക്കപ്പെട്ടവൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നാട്ടിൽ ജീവിക്കണം, എങ്ങനെ നല്ല വിശ്വാസിയാകണം, എങ്ങനെ നല്ല ആത്മീകനാകണം, ആർക്കും ആക്ഷേപം പറയാത്ത, ആർക്കും അപവാദം പറയാനാവാത്ത നിലയിൽ വാക്കും ഭാഷണവും സൂക്ഷിക്കണം, ഭക്ഷണവും ഭാഷണവും സൂക്ഷിക്കണം, ഉടയും നടയും സൂക്ഷിക്കണം, ഡീലിങ്സ് സൂക്ഷിക്കണം. ഇന്ദ്രിയ വ്യവസ്ഥിതികളുടെ ഉയരുന്ന ചേതോ വികാരങ്ങളെ ആത്മീകമായി വഴിതിരിച്ചു വിടുവാനിടയാകണം. ജഡീകതയോട് ഗുഡ് ബൈ പറയാൻ കഴിയണം. എല്ലാവിധമായിരിക്കുന്ന അധമ വികാര വിചാരങ്ങളെയും നിലക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ ജഡശരീരത്തുയർന്ന വല്ലാത്ത സങ്കല്പങ്ങളെയും നിയോഗങ്ങളെയും നിർബന്ധങ്ങളെയും ആവേഗങ്ങളെയും കാന്തികമായ ആകർഷണങ്ങളെയും കൊച്ചുവിലങ്ങിട്ട് നിർത്തിയിട്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ വേണ്ടുന്നതെല്ലാം 12 മുതൽ 16 വരെ പറയുന്നുണ്ട്. 12ന്റെ തുടക്കം ഓർമ്മയുണ്ടല്ലോ, കുഞ്ഞുങ്ങളടക്കം. റോമർ 12ന്റെ തുടക്കം എന്താ? ക്രിസ്തുയേശുവിന്റെ മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധി
ബുദ്ധിയുള്ള ആരാധന. കണ്ടോ, ആരാധനയാ പ്രധാന വിഷയം. ഇനി എന്തുകൊണ്ട് ആരാധിക്കണം? ബുദ്ധിയുള്ള ആരാധന നിങ്ങളുടെ ശരീരങ്ങളെ. കണ്ടോ, അപ്പോൾ ശരീരത്തെ വിശുദ്ധിയിൽ കാക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞു തുടങ്ങുന്ന പ്രായോഗിക ഉപദേശത്തിൽ ശരീരങ്ങളെ വിശുദ്ധിയിൽ കാക്കണം. ഈ ശരീരത്തെ അധമമായതിന് വിട്ടുകൊടുക്കാതെ, ഈ ശരീരത്തെ സാരി കൊണ്ട് ബ്ലൗസ് കൊണ്ട് പൊതിഞ്ഞാലും, ഷർട്ട് കൊണ്ട് ഫാൻസ് കൊണ്ട് പൊതിഞ്ഞാലും, മുണ്ട് കൊണ്ട് ജുബ്ബ കൊണ്ട് പൊതിഞ്ഞാലും, ഇനി സ്യൂട്ടായിക്കൊള്ളട്ടെ, സഫാരി ആകട്ടെ, എന്തുകൊണ്ട് പൊതിഞ്ഞാലും ഈ ശരീരത്തെ ദൈവത്തിന്റെ ആലയമായി സൂക്ഷിക്കാൻ കഴിയണം എന്ന മഹത്തായ ദർശനം വിശുദ്ധ ബൈബിൾ പ്രഖ്യാപനം ചെയ്യുന്നതിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് പൗലോസ് ആരംഭിക്കുന്ന റോമർ 12 മുതൽ അങ്ങോട്ടുള്ള 16 വരെയുള്ള അധ്യായങ്ങൾ. ഇത് പ്രായോഗിക ഉപദേശ സംഹിതകളാണ്. ഇതാ റോമാലേഖനം. ഇത്രയും കാര്യങ്ങൾ ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. വാക്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്ന റോമാലേഖനത്തിന്റെ മുഖവരി അവസാനിപ്പിക്കും. നാളെയും കൂടെ പ്രസംഗമുള്ളത് കൊണ്ടാണ് ഇത്രയും ദീർഘമായൊരു മുഖവര ഞാൻ നൽകിയത്. അത് വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ സംഘടിപ്പിച്ച യോഗമായതുകൊണ്ട് അവർക്കും കൂടെ പ്രയോജനപ്രദമാകുവാൻ വചനാധിഷ്ഠിതമായി നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പ്രയോജനമാകട്ടെ, കൂടുതൽ റോമാലേഖനത്തെ പഠിക്കുവാൻ കാരണമാകും. ക്രിസ്തു മരിച്ചവൻ എന്ന പ്രയോഗത്തെ നാം വിശദീകരിക്കുന്നു. മരിച്ചവനായ യേശുവിനെ പ്രസംഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല. പക്ഷേ ആ വാക്യത്തിന്റെ അടുത്ത ഭാഗമാണ് പ്രസംഗത്തിന് ഞങ്ങൾ വേദിയിൽ ആർജവത്വം തരുന്നത്. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. മരണം കഴിഞ്ഞ് അടക്കം ചെയ്ത് അതിൻ്റെ മീതെ ഒരു മാർബിൾ ഫലകം ചാർത്തി ക്രമീകരിച്ച് അതിൻ്റെ മീതെ പുഷ്പാഞ്ജലികളും ബാഷ്പാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് തലകുനിച്ച് നിൽക്കുന്ന ഒരു പറ്റം ആളുകളല്ല നമ്മൾ. പിന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കല്ലറയുടെ സന്ദേശവാഹികളാണ് നമ്മൾ. അവനിവിടെ ഇല്ല, അവനിവിടെ ഇല്ല, അവനിവിടെ ഇല്ല എന്നാവർത്തിച്ച് നമ്മൾ പറയുമ്പോൾ പിന്നെ എവിടെ എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ അഭിമാനത്തോടെ ചങ്കത്തെ കൈവച്ചിട്ട് ഒരു കൈ ചങ്കത്ത് വെച്ച് ഒരു കൈ ഉയർത്തി കാണിച്ചിട്ട് പറയും, ദേ അവൻ അവിടെ പിതാവിന്റെ വലഭാഗേ. പ്രൈസ് ദി ലോർഡ്. അതാണ് ക്രൈസ്തവ സന്ദേശത്തിന്റെ ആധികാരികത. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ക്രിസ്തീയ പ്രസംഗങ്ങളുടെ ആധികാരികത ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. പൗലോസ് പറയുന്നു, അവൻ ഉയർത്തില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, അവൻ ഉയർത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമാണ്. അതുകൊണ്ട് വ്യർത്ഥമല്ലാത്ത, ആധികാരികതയില്ലാത്ത ഒരു സന്ദേശത്തിനു വേണ്ടി, ഒരു വിശ്വാസ പ്രമാണത്തിനു വേണ്ടി നിൽക്കുന്നവരല്ല നാം. പിന്നെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അങ്ങോട്ടങ്ങ് പോയി ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ലേ? അങ്ങനെയല്ല. അവൻ പിതാവിന്റെ വലഭാഗം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ യേശുവിനെ കുറിച്ച് വീണ്ടും പറയുന്നു. അടുത്ത ദിവസം ഞാൻ അതിനെ വിശദീകരിക്കാം. യേശു അവിടെ കൊണ്ട് മാത്രം ഒതുങ്ങുന്നവനല്ല ഇനി, പിന്നെ അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കല്ലറയിൽ അടക്കപ്പെട്ട യേശു പാതാളത്തിൽ നിന്ന് കയറി വരും എന്നല്ല, ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. യേശു പാതാളത്തിൽ നിന്ന് ഇപ്പൊ കയറി വരും എന്ന് പറഞ്ഞ് താഴോട്ട് നോക്കി നിൽക്കുന്നവരല്ല നമ്മൾ. അവനെപ്പോൾ ഇറങ്ങി വരും എന്ന് പറഞ്ഞ് മുകളിലോട്ട് നോക്കി നിൽക്കുന്നവരാ. അതുകൊണ്ട് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ഒരുവൻ അവിടെ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങുന്നു, ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ എന്ന് പറയുന്നതാണ്. സെറ്റ് യുവർ മൈൻഡ് ഓൺ ഹൈ, അല്ലെങ്കിൽ സെറ്റ് യുവർ മൈൻഡ് ഓൺ ക്രൈസ്റ്റ് എന്നാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്തു മരിച്ചവൻ. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒന്നാമത്തെ ചിന്ത, യേശുവിൻ്റെ മരണം എപ്പോഴായിരുന്നു? 2, യേശുവിൻ്റെ മരണം എന്തായിരുന്നു? 3, യേശുവിൻ്റെ മരണം എന്തിനായിരുന്നു? ഓക്കെ, യേശു മരിച്ചവൻ, ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതിനെ കുറിച്ച് അടുത്ത ദിവസം നാം ചിന്തിക്കും. യേശു മരിച്ചത് എപ്പോഴാണ്? അനുഗ്രഹീതമായൊരു വാക്യം അതിന് ഉത്തമമായ ഉത്തരമായി തരുന്നു. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത് വാക്യം. റോമർ 5:6. ആ ഭക്തരും ബലഹീനരുമായ നമുക്ക് വേണ്ടി അവൻ തക്ക സമയത്ത് മരിച്ചു. സ്വതന്ത്രം പറയാമോ അതിന്? യേശു എപ്പോഴാണ് മരിച്ചത്? തക്ക സമയത്ത്. റോമാലേഖനം 5-ാം അധ്യായം 6-ാമത് വാക്യം. തക്ക സമയത്ത് മരിച്ചു. എന്താണ് ഈ തക്ക സമയം? തക്ക സമയം എന്ന് പറയുമ്പോൾ നമ്മൾ പെന്തക്കോസ്തുകാർ ഉപയോഗിക്കുന്ന തക്ക സമയമല്ല. സഭായോഗം 10 മണിക്ക് തുടങ്ങും. 11:45 വന്ന പുള്ളിയും എഴുന്നേറ്റ് സാക്ഷ്യം പറയുന്നത് തക്ക സമയത്ത് വരുവാൻ ഇടയായതിന് തക്കതിൻ വണ്ണോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നതാണ്. അപ്പം 11:45 വന്ന പുള്ളിയും പറയുന്നത് തക്ക സമയത്ത് വന്നു എന്നാണ്. തക്ക സമയത്ത് വന്ന ആളെന്ന് പറയുന്നത് 10 മണിക്ക് യോഗം തുടങ്ങുമ്പോൾ ഒരു 9:45-നും 10-നും ഇടയ്ക്ക് വന്നവരാണ് ഈ തക്ക സമയത്ത് വന്നവർ. അല്ലാതെ വന്നവരൊക്കെ നേരം തെറ്റി വന്നവരാ. തക്ക സമയം എന്ന് വാക്ക് നാവിൽ ഉപയോഗിക്കുക പോലും ചെയ്യാൻ പാടില്ല അവർക്ക്. ഓക്കെ, എന്നാൽ ഇവിടെ തക്ക സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഡിക്ഷണറിയിലെ അർത്ഥതലത്തിലല്ല. ഇവിടെ തക്ക സമയം
സമയം എന്നുള്ളത് ഗംഭീരമായ ആശയമാണ്. എന്താണ് തക്ക സമയം? റോമാലേഖനം 5:6 പറയുന്നു, അഭക്തരായി നമുക്ക് വേണ്ടി, ബലഹീനരായി നമുക്ക് വേണ്ടി ക്രിസ്തു തക്ക സമയത്ത് മരിച്ചു. ഇൻ ഡ്യൂ ടൈം, ഇൻ റൈറ്റ് ടൈം. അതാണ് തക്ക സമയം എന്ന് പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? യേശുവിൻ്റെ പ്രവർത്തികളെല്ലാം, ക്രിസ്തുവിൻ്റെ പ്രവർത്തികളെല്ലാം, ദൈവിക പ്രവർത്തികളെല്ലാം നേരം തെറ്റിയല്ല, നേരം വൈകിയുമല്ല, മുന്നമയുമല്ല. ദൈവത്തിനോട് തക്ക സമയമുണ്ട്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ പ്രവൃത്തി ആകുന്നില്ലല്ലോ, വെളിപ്പെടുന്നില്ലല്ലോ, എന്നെ മറന്നുപോയോ എന്നൊന്നും ഓർത്ത് വേവലാതിപ്പെടേണ്ടതില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയെല്ലാം തക്ക സമയത്താണ്. തക്ക സമയം എന്ന പദത്തിന് ഞാനൊരു കളക്ഷൻ തരാം. ഇത് ശ്രദ്ധിച്ചു കേട്ടോണം നിങ്ങൾ. യേശുവിൻ്റെ ജനനം തക്ക സമയത്തായിരുന്നു. അറിയാമല്ലോ, ഗലാത്യലേഖനം 4:4. ഗലാത്യലേഖനം എന്ന പ്രൗഢഗംഭീര പ്രബന്ധത്തിൽ പൗലോസ് യേശുവിൻ്റെ ജനനത്തിൻ്റെ സമയം കുറിക്കുന്നു തക്ക സമയത്ത്. മീഖാ പ്രവചനം 5:2 പറയുന്നു, ബത്ലഹേം എഫ്രാത്തീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ മേയ്പ്പാനുള്ളവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. മീഖാ 5:2. യേശു ജനിക്കേണ്ട സ്ഥലം ഏതാണ് എന്ന് കൃത്യമായി മീഖാ പ്രവചിക്കുന്നു. പക്ഷേ അതിൻ്റെ സമയം അവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ കൃത്യമായ സമയം, അതുപോലെ യെശയ്യാവും പറയുന്നുണ്ട്, അവൻ കന്യകയുടെ മകനായി ജനിക്കും എന്ന് പറയുന്നുണ്ട്. നമുക്കൊരു ശിശു ജനിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണമെന്നൊക്കെ ആധികാരികമായി പറയുന്നത്. പക്ഷെ സമയം കുറിച്ചിരിക്കുന്നൊരു പദം, ആ സമയം കുറിച്ചിരിക്കുന്നൊരു ഒരു പ്രബന്ധം, അത് ഗലാത്യലേഖനമാണ്. 4:4 പറയുന്നു, അവൻ കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്നാണ് പറയുക. കാലസമ്പൂർണത വന്നപ്പോൾ. ഉൽപ്പത്തി പുസ്തകം 3-ാം 15-ാമത് വാക്യത്തിന്റെ നിവർത്തിയാണ് ഗലാത്യലേഖനം 4:4 എന്നും അറിയണം. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതിയായി വരും എന്ന് പറഞ്ഞ ആ വാക്യത്തിന്റെ നിവർത്തിയാണ് ഗലാത്യർ 4:4. നമ്മൾ അറിഞ്ഞുകൊള്ളണം. സ്ത്രീയുടെ സന്തതിയായി യേശു ജനിച്ചത് എപ്പോഴാ? കാലസമ്പൂർണത, ഇൻ ദ ഫുൾനെസ് ഓഫ് ദ ടൈം എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്ത്രീയുടെ സന്തതിയായി യേശു ജനിച്ചത് കാലസമ്പൂർണത വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇൻ ഡ്യൂ ടൈം, തക്ക സമയത്താണ്. എന്താണ് അവിടെ തക്ക സമയം എന്ന് പറയാൻ കാരണം? ശ്രദ്ധിച്ചു കേട്ടോണം. ഒന്ന്, യഹൂദ മതത്തിന്റെ സകല വിധത്തിലുമുള്ളതായിരിക്കുന്ന മതാചാരാനുഷ്ഠാന ക്രമങ്ങൾ വ്യർത്ഥമായി അതപ്പതിച്ച ഒരു കാലഘട്ടം. ഇനി യാഗം കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പെരുമാറ്. ആലയങ്ങൾ കച്ചകപടക്കാരുടെ താവളമായി മാറിക്കഴിഞ്ഞൊരു ഗതികെട്ട കാലം. മനസ്സിലാകുന്നുണ്ടോ? മലാഖി പ്രവചനത്തിനും മത്തായിക്കും ഇടയിലുള്ളതായിരിക്കുന്ന 400 വർഷത്തെ നിശബ്ദകാലം. ദൈവം ജനത്തോട് സംസാരിച്ചില്ല, ജനം ദൈവത്തോട് സംസാരിക്കാൻ ആഗ്രഹിച്ചുമില്ല. പിന്നെ ആലയങ്ങൾ മുഴുവനും കൊള്ളക്കാരുടെ സങ്കേതമായി മാറി. അതിനകത്ത് വെച്ചുവാണിഭക്കാരും അതിനകത്ത് പെൺവാണിഭക്കാരും പെൺവാണിഭക്കാരും എല്ലാം കൂടെ നിറഞ്ഞു കവിഞ്ഞു. അങ്ങനെ ആലയം അധമമായി പോയി. ആരാധന അന്യം വന്നു. ആത്മീയ ഉപദേശങ്ങൾ കാലഹരണപ്പെട്ടുപോയി. യാഗയോഗങ്ങൾ നടത്തേണ്ടതായിരിക്കുന്ന, യാഹുവയ്ക്ക് യാഗയോഗം അർപ്പിക്കേണ്ടതായ ഓരോ യാഗ മേഖലകളും ആലയത്തിന്റെ പരിസരങ്ങളെല്ലാം അന്യമതസ്ഥർ കയ്യേറിയിട്ട് അവരുടെ താവളമാക്കി മാറ്റി. അങ്ങനെ ഗതികെട്ടുപോയ ഒരു 400 വർഷം. അതറിയാമല്ലോ. അപ്പൊ യഹൂദന്റെ സകലവിധമായ വിശ്വാസ പ്രമാണങ്ങളും അതപ്പതിച്ചു പോയ ഒരു കാലം. ഇനി റോമാ സാമ്രാജ്യം നോക്കും. മതപരമായി യഹൂദനും സാമ്രാജ്യപരമായി അഥവാ രാഷ്ട്രീയപരമായി റോമാ സാമ്രാജ്യവും അതപ്പതനത്തിലേക്ക് വന്നൊരു കാലം. അഗ്രിപ്പാവുമാരെ കൊണ്ട് ഹെരോദാക്കന്മാരെ കൊണ്ടും ഒരു പുരോഗമനവുമില്ല. അവരുടെ കനത്ത നിയമങ്ങൾ ജനത്തിന്റെ രക്ഷയ്ക്കോ ജനത്തിന്റെ സുരക്ഷയ്ക്കോ ജനത്തിന്റെ സമൃദ്ധിക്കോ ജനത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്കോ പരിഹാരമാകുന്നില്ല. നിയമം തെറ്റിക്കുന്നവന്റെ കഴുത്ത് കണ്ടിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ജനക്ഷേമപരമായ കാര്യാദികളൊന്നും വേണ്ടും വിധത്തിൽ നടക്കാതിരുന്നൊരു കാലം. അതാണ് സമാധാനപരമായി ഒരു കാര്യവും ഇല്ലാതിരുന്ന ഒരു കാലം. അതാണ് രാഷ്ട്രീയപരമായി റോമാക്കാരുടെ അധപ്പതനം. ഇനി നോക്ക്, യവനായ മതം അഥവാ ഗ്രീസ് സാമ്രാജ്യത്തിന്റെ യവനായ ജാതികളുടെ അവരുടെ ബുദ്ധി കൊണ്ടും അവരുടെ ജ്ഞാനം കൊണ്ടും അവരുടെ വിവിധ മതവിഭാഗങ്ങളുടെ പഠിപ്പിക്കലുകൾ കൊണ്ട് പുതുപുത്തൻ ആത്മീയത അവർ വരുത്തി വെക്കാൻ ശ്രമിച്ചത് കൊണ്ടൊന്നും ജനത്തിന് പ്രയോജനമില്ലാതെ വന്നു. അതുകൊണ്ട് ഈ യവനായ മാർഗത്തിനും റോമാ രാഷ്ട്രീയ സ്ഥിതിഗതികൾക്കും യഹൂദ മതസ്ഥിതിഗതികൾക്കും ഒരു പ്രയോജനവും വരുത്തുവാൻ കഴിയാതെ അസ്തമിച്ച് അതപ്പതിച്ചുപോയ ഒരു കാലഘട്ടത്തെയാണ് പൗലോസ് ഗലാത്യലേഖനത്തിൽ കാലസമ്പൂർണത എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തിന്റെ ചരിത്രത്തിന്റെ ഒരു നുറുങ്ങാണ്. അപ്പോൾ ആ കാലഘട്ടം ഒരു പ്രയോജനമില്ല. ആത്മീയമായി ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഒറ്റ വഴിയുമില്ലാതിരുന്ന ഒരു കാലഘട്ടം. മലാഖയുടെ പ്രവചനം എന്ന് പറയുന്നത് ന്യായവിധിയുടെ പ്രവചനമായിരുന്നു. അറിയാമല്ലോ, 4-ാം അധ്യായം ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും എന്നൊക്കെയുള്ള ആ പ്രവചനം കേൾക്കുമ്പോഴേ നടുങ്ങിപ്പോകുന്ന പ്രവചനമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട്
400 വർഷം ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നില്ല. 400 വർഷം കഴിഞ്ഞിട്ട് പിന്നെ മനുഷ്യൻ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട എന്ന ശബ്ദം ഗബ്രിയേൽ ദൂതനിലൂടെ കേൾക്കുന്നതാരാ? സക്കറിയാവെന്ന അനുഗ്രഹീത ദൈവദാസനാണ്, പുരോഹിതനാണ്. അബിയാക്കൂറിന്റെ ക്രമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷിക്കാൻ വന്നവനാണ് ഭയപ്പെടേണ്ട എന്ന് കേൾക്കുന്നത്. അതായത് ഭയന്ന് നിൽക്കുന്ന സക്കറിയാവിനോട് ദൈവം സംസാരിക്കുന്നു, ഭയപ്പെടേണ്ട. മലാഖിക്ക് ശേഷം 400 വർഷത്തിന് ശേഷം ജനം കേൾക്കുന്ന ആദ്യത്തെ ശബ്ദം ഭയപ്പെടേണ്ട കണ്ടോ. അപ്പം ആ വിധമായിരിക്കുന്ന സകലവിധമായിരിക്കുന്ന മണ്ഡലങ്ങളും അതപ്പതിച്ച് അസ്തമിച്ച് ഇനിയൊരു പുരോഗതിക്ക് വകയില്ല എന്ന് വരുമാറ് അഭ്യന്തര കലാപങ്ങളും തന്നിഷ്ടങ്ങളും ധിക്കാരങ്ങളും താൻപോരിമകളും ഒക്കെയായി മനുഷ്യനിങ്ങനെ മുൻപോട്ട് പോകുന്ന ഒരു വല്ലാത്ത കാലത്തിന്റെ അവസ്ഥാവിശേഷത്തെയാണ് കാലത്തികവ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മനുഷ്യൻ ചെയ്തു കൂട്ടിയ സകല സംഗതികളും അസ്തമിച്ച ഒരു വിശേഷപ്പെട്ട കാലം, ഒരു വല്ലാത്ത കാലം. ആ കാലത്തിലാണ് ദൈവം രക്ഷാകര ദൗത്യത്തിന് വേണ്ടി തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒട്ട് മുമ്പേ ആയിരുന്നില്ല, ഒട്ട് വൈകിയുമായിരുന്നില്ല, തക്ക സമയത്ത്. അതാണ് ഗലാത്യലേഖനം 4:4 തക്ക സമയം എന്ന് പറയുന്നത് കണ്ടോ. ഇനിയും ആ യേശു ജനിച്ചു, വളർന്നു, പക്വത പ്രാപിച്ചു, പിതാവിന്റെ ശുശ്രൂഷ, പിതാവേൽപ്പിച്ച മഹത്വരമായി ശുശ്രൂഷ തന്നെ നിർവഹിച്ചു. ആ ശുശ്രൂഷയുടെ നിർവഹണത്തിനൊടുവിൽ താൻ മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി തകർക്കപ്പെടുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് റോമാലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. തക്ക സമയത്ത് ജനിച്ച യേശു തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജനനം തക്ക സമയത്തായിരുന്നു, മരണവും തക്ക സമയമായിരുന്നു. ഇനി ഈ തക്ക സമയം എന്ന പദം പറഞ്ഞതുകൊണ്ട് മൂന്നാമതൊരു വാക്യം കൂടെ തരാം, നാലാമതൊരു വാക്യം കൂടെ തരാം, ശ്രദ്ധിച്ചോണം. മൂന്നാമത്തെ വാക്യം, തക്ക സമയത്ത് ജനിച്ചു, തക്ക സമയത്ത് മരിച്ചു. ഈ യേശു ഇനി എപ്പോഴാ തന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന വിശുദ്ധ ഗണങ്ങളെ ചേർക്കാൻ വരുന്നതെന്നറിയാമോ? അതിനൊരു സമയം കുറിച്ചിട്ടിട്ടുണ്ട് വേദപുസ്തകത്തിൽ. 1 തിമോഥെയോസ് 6:16 പറയുന്നു, അവൻ തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ജനിച്ചത് തക്ക സമയത്ത്, മരിച്ചത് തക്ക സമയത്ത്, ഇനി പ്രത്യക്ഷനാകാൻ പോകുന്നത് തക്ക സമയത്ത്. ഇത്രയും കാര്യങ്ങൾ ബോധ്യമായവരുടെ ഉൾത്തടത്തിലേക്ക് ഒരു പ്രത്യാശയുടെ നുറുങ്ങുകൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം. 4-മതൊരു വാക്യം. ഈ കാര്യങ്ങൾ ഇത്രയും തക്ക സമയത്താണ് നടന്നതെങ്കിൽ ആ ക്രിസ്തുവിൽ പ്രത്യാശയുള്ള സർവ്വജനത്തെയും ദൈവം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഗ്രഹിക്കുവാൻ ഒരു സമയം കുറിച്ചിട്ടിട്ടുണ്ട്. അത് പത്രോസ് വെളിപ്പെടുത്തുന്നു. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ പരിപാടികളെല്ലാം തക്ക സമയത്താണ്. അതെവിടെ വാക്യം? 1 പത്രോസ് 5:6-7 വാക്യത്തിൽ വായിക്കുന്നു. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന്. ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ പൊങ്ങിയിരിക്കാനല്ല, പിന്നെ താണിരിക്കണം എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യം, ധിക്കാരം, താൻപോരിമ, തന്നിഷ്ടം എല്ലാം ഉപേക്ഷിച്ച് വിനയം, വിധേയത്വം, എളിമ, താഴ്മ, സൗമ്യത, ശാന്തത, ശാലീനത, നൈർമല്യത, നിഷ്കളങ്കത ആദിയായ സദ്ഗുണങ്ങൾ വാരി നിറച്ച് നാം ശാന്തതയോടെ താണിരുന്നു കൊടുക്കുമ്പോൾ അവൻ നിന്നെ ഉയർത്തും. ഉയർത്താമെന്ന് പറയുന്നത് ശവക്കുഴിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരുന്ന കാര്യമല്ല പറയുന്നത്. ജീവിച്ചിരിക്കുന്ന നിന്നെ ഈ പെരിങ്ങമലയിൽ ഇതിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്ന സുഹൃത്തെ, നിന്നെ ഇവിടെ മാനിക്കുവാൻ, ഉയർത്തുവാൻ ദൈവത്തിനൊരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ എവിടൊക്കെ നിന്ദിക്കപ്പെട്ടു, എവിടൊക്കെ ആക്ഷേപിക്കപ്പെട്ടു, ഏതൊക്കെ കവലകളിൽ നീ കണ്ണുനീരോടെ നിൽക്കേണ്ടി വന്നു, ആരുടെയൊക്കെ മുമ്പിൽ ആക്രമണം കേട്ട്, ആക്രോശം കേട്ട് ചകിതമായി നിൽക്കേണ്ടി വന്നു, വാങ്ങിച്ച കാശ് സമയത്ത് കൊടുക്കാനില്ലാത്തപ്പോൾ മുറ്റത്ത് വന്ന് നിന്ന് ആക്ഷേപം പറഞ്ഞ വ്യക്തികളുടെ വാഗ്ദോരണി കേട്ട് എത്രയോ പ്രാവശ്യം ചകിതമായി നിന്നുപോയി. തലമുറയ്ക്ക് പോലും വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ പിതാവേ എന്നോർത്ത് വല്ലാതെ വേവലാതിപ്പെട്ടില്ലേ? പലപ്പോഴും അത്യാവശ്യത്തിന് വേണ്ടുന്ന വിഭവങ്ങൾ വിളമ്പിക്കൊടുക്കുവാൻ പാത്രം നിരത്തിയിട്ട് അതിനകത്ത് വേണ്ടും പോലെ വിളമ്പുവാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടിട്ടില്ലേ? അത്യാവശ്യ സംഗതികളെ വാങ്ങിച്ചു വെക്കുവാൻ കഴിയാതെ പോകാറില്ലേ? വല്ലാതെ പരിതപപ്പെട്ടിട്ടുള്ള പരിദേവനത്തിന്റെ, പരാധീനതയുടെ, അരിഷ്ടിതാവസ്ഥയുടെ, അന്തഛിദ്രങ്ങളുടെ ഒക്കെ അനുഭവങ്ങളിലേക്ക് മാറിയിട്ടില്ലേ? അതൊന്നും കർത്താവ് മറന്നിട്ടില്ല. അതിനെല്ലാം ഇരട്ടി ഇരട്ടി ഇരട്ടിയായി നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതാകമഴിഞ്ഞ് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെറുതെ ഞാൻ പറഞ്ഞ് സുഖിപ്പിക്കാനല്ല, വെറുതെ ഒരു ആവേശം കയറ്റാനല്ല. വചനത്തിന്റെ സനാതനത്വം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തക്ക സമയത്ത് ജനിച്ചവൻ, തക്ക സമയത്ത് മരിച്ചവൻ, ഇനി തക്ക സമയത്ത് പ്രത്യക്ഷനാകുന്നത് മുൻപ് ഈ ദേശത്ത് നിന്നെ ഉയർത്തുവാൻ അവരുടെ തക്ക സമയമുണ്ട്. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ നിന്റെ ഉപ്പുറ്റി ഉറപ്പിച്ച് നിന്റെ നെഞ്ചു പിരിച്ച് നിന്റെ തല ഉയർത്തിയവൻ നിർത്താനിടയാകും. ആക്ഷേപിച്ചവരുടെ തലയ്ക്ക് മീതെ കൂടെ ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അവനെ സ്തുതിച്ചാട്ടെ, മഹത്വപ്പെടുത്തിക്കാട്ടെ. ആത്മാവകത്വ നിയോഗം തരുന്നത് പോലെ ആ കരമടിച്ച് ആരാധിക്കണം. അല്പസമയം അതിനുള്ള സാവകാശമുണ്ട്, സമയം നോക്കണ്ട. എന്തായാലും ദൈവവചനം കേൾക്കാനും ആരാധിക്കാനും വന്നവരാ നമ്മൾ. ഇന്ന് രാത്രി ശക്തമായി കർത്താവിനെ സ്തുതിക്കും. വീട്ടാനാവാത്ത കടഭാരം
വ്യാപാരങ്ങളും പൊറുക്കത്തില്ലെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ വ്രണങ്ങളും രോഗബന്ധനങ്ങളും മാറത്തില്ലെന്ന് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു വെച്ച പൈശാചിക പോരുകളെയും മാറ്റി നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ കഴിയുന്ന ദൈവകൃപയുടെ വ്യാപാരം. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. ഒരു ദുർവ്യാധി പിടിച്ചുപോയി, നീ കിടപ്പിലായി പോയി, ഇനി എഴുന്നേൽക്കത്തില്ലെന്ന് ആവർത്തിച്ച് കാതോരം പറഞ്ഞ ശത്രുവിന്റെ മുൻപിൽ നിന്റെ വ്യാധി മാറ്റി നിന്നെ ആരോഗ്യത്തോടെ ഉറപ്പിച്ചു നിർത്തുവാൻ കഴിയുന്ന ദൈവകൃപയുടെ ശക്തമായ വ്യാപാരം നീ അനുഭവിക്കും. അവൻ നിന്നെ തക്ക സമയത്തുയർത്തും. ആരും അവന് രക്ഷ കൊടുക്കുകയില്ല. ദൈവത്തിങ്കിൽ പോലും അവന് രക്ഷയില്ലെന്ന് നമ്മെക്കുറിച്ച് പറഞ്ഞവരുടെ മുമ്പിൽ നിന്നെ ഉപ്പുറ്റി ഉറപ്പിക്കും. അവൻ എപ്പോഴാണെന്നറിയാമോ? അതിന്റെ പദമാണ് ഞാൻ പറഞ്ഞത്, തക്ക സമയം. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കും. എന്റെ സഹഭടന്മാരെ, രണാങ്കണത്തിൽ അധ്വാനിക്കുന്ന, വീരമൃത്യുവിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ മാന്യ സഹപ്രവർത്തകരെ, ശുശ്രൂഷയുടെ നാൾ വഴികളിൽ അവൻ എന്നെ ഉയർത്തുവാനൊരു തക്ക സമയമുണ്ട്. ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും ദുഃഖദുരിതങ്ങളുടെയും ക്ലേശഭൂഷ്ടമായ ഇടവഴികളിലൂടെ ആ ശുശ്രൂഷയുമായി മുൻപോട്ട് പോകുന്നതെന്നറിയാം. സമൃദ്ധി കൊണ്ടല്ല, വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഒട്ടനവധിയുണ്ട്. പക്ഷേ ബുദ്ധിമുട്ടോടുകൂടെ തീരുകയില്ല. അനുഭവിച്ച ക്ലേശങ്ങൾക്കും ഒഴുക്കിയ കണ്ണീർ കണങ്ങൾക്കും ഏങ്ങലടികൾക്കും വ്യഥകൾക്കും തിരസ്കരണങ്ങൾക്കും അവഗണനകൾക്കുമെല്ലാം 100 മടങ്ങ് ഫലം അവൻ നിനക്ക് മടക്കി തന്ന് സ്വർഗത്തിൽ കൊണ്ട് തരും. അത് വേറെ കാര്യം. പക്ഷേ നിന്ദിക്കപ്പെട്ട ഇവിടെ നിന്നെ മാനിക്കും കർത്താവ്. യെസ്, വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? സ്വർഗത്തിൽ കർത്താവ് തരും, പക്ഷെ ഇവിടെ നമ്മെ മാനിക്കും കർത്താവ്. എന്തുകൊണ്ടാണെന്ന് പൊരുളും കൂടെ ഞാൻ പറയാം. വെറുതെ പറഞ്ഞു പോകുന്നില്ല, പൊരുൾ പറയാം, ആധികാരികത ഞാൻ പറയാം. സ്വർഗത്തിൽ കൊണ്ട് നമുക്ക് പ്രതിഫലം തരുന്ന, കിരീടം തരുന്നതും, വെള്ള ഉടുപ്പ് തരുന്നതും, ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ തരുന്നതും, വെള്ളക്കല്ല് തരുന്നതും, വെള്ള ഉടുപ്പ് തരുന്നതും, പേര് തരുന്നതും എല്ലാം അവിടെ വന്നവർക്കല്ലേ കാണാൻ പറ്റുള്ളൂ. സ്വർഗത്തിൽ ചെല്ലാൻ ബാക്കിയുള്ളവർക്കല്ലേ ഇത് കാണാൻ പറ്റും. അയ്യോ, ആ അച്ഛന് വെള്ള ഉടുപ്പില്ല, ആ സഹോദരി കണ്ടേ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുണ്ടോ, അയ്യോ എത്ര കിരീടമൊക്കെ കിട്ടി, ഇതെല്ലാം ആർക്കേ കാണാൻ പറ്റും? അവിടെ ചെല്ലുന്നവർക്കല്ലേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളെ നിന്ദിച്ചവനും കഷ്ടപ്പെടുത്തിയവനും ശ്വാസം മുട്ടിയവനും ഒക്കെ ഇവിടെ കിടക്കുകയല്ലേ. ഇവന്റെ മുമ്പേ നിന്നെ ആദ്യം ദൈവം മാനിക്കും. നീ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളത് ഇവിടുത്തെ ആളുകൾ കാണണം. നീ ഇല്ലാതെ അതുവഴി ഇതുവഴി കറങ്ങി നടന്നത് കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് മാനിക്കുന്നത് ഇവിടെ ദേശം കാണാനിടയാകണം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കപ്പെടും, അത് വേറെ. അതിനു മുൻപ് നിന്നെ ദൈവം ഇവിടെ മാനിക്കും. ഞാൻ പ്രോസ്പെരിറ്റി അല്ല പറയുന്നത്, ദൈവനീതിയുടെ നിർവഹണത്തെയാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഭാഗ്യം പിടിച്ചുകൊണ്ട് വിയർത്തൊലിച്ച് വണ്ടി കയറുവാൻ ഓടി നടന്ന് എത്ര പൊടി നിറഞ്ഞ വഴികളിലൂടെ നടന്ന് നീങ്ങിയ മൈലുകൾ നടന്ന് നിനക്ക് കർത്താവ് മാന്യമായൊരു വാഹനം തന്ന് അതിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർ പറയും, നടന്നു പോയ ദൈവദാസൻ ദേ വാഹനത്തെ പോന്നു. അത് ദൈവത്തിന്റെ നീതി. ആർഭാടമല്ല സുഹൃത്തെ, അത് ആർഭാടമല്ല. നീ ചെയ്ത ദൈവ പ്രവർത്തിക്ക് ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തിയത് അത് ലഭിക്കപ്പെടുമെന്ന് ഞാൻ പറഞ്ഞ തക്ക സമയത്ത് അവൻ എന്നെ ഉയർത്തും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഓരോരുത്തരും ചിന്തിച്ചുകൊള്ളൂ. പ്രൈസ് ദി ലോർഡ്. തലമുറകളെ ഒരു കരക്കെത്തിക്കേണ്ടതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്ത് വല്ലാതെ വ്യത അനുഭവിച്ച് നന്നായി ജീവിക്കാം, ആർഭാടമായി ജീവിക്കാം, എല്ലാം വാങ്ങിച്ച് കൂട്ടി ജീവിക്കാമായിരുന്നു. പക്ഷെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞ് സ്വരുക്കൂട്ടി മാന്യമായി വിവാഹം കഴിച്ചയക്കേണ്ടതിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിട്ട് വേണ്ടും പോലെതായിരിക്കുന്ന കാര്യങ്ങൾ ലഭിക്കപ്പെടുന്നില്ലല്ലോ എന്നോർത്ത് വേവലാതിപ്പെടേണ്ടതില്ല. നീ സ്വരുക്കൂട്ടി അതിന്റെ ഫലമായി നിന്റെ തലമുറയെ നിനക്ക് നന്മയുടെ വഴികളിലേക്ക് കൊണ്ടുവരാൻ ഇടയായി. അതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായിരിക്കുന്ന അരാജകത്വങ്ങൾക്കെല്ലാം അറുതി വരുത്തിയിട്ട് നിന്നെ തക്ക സമയത്ത് നിന്നെയും നിന്റെ തലമുറയും മാനിക്കുവാൻ, ആരുടെയും ഔദാര്യം കൊണ്ടല്ല ദൈവകൃപയുടെ ഔദാര്യം കൊണ്ട് ജീവിക്കുവാൻ ദൈവം വാതിലുകൾ വിശാലമായി തുറന്നു തരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില ഭയത്തിന്റെ ചിന്തകൾ മാറിപ്പോകണം, ചില അരാജകത്വത്തിന്റെ ചിന്തകൾ മാറിപ്പോകണം, ചില ഉത്കണ്ഠകൾ ഇന്ന് രാത്രി മാറിപ്പോകണം. ശത്രു അകത്തളത്തിൽ വാദിച്ചു നിന്നുകൊണ്ട് വല്ലാത്ത വ്യഥകൾ വരുത്തി നിന്റെ വീട്ടിനകത്ത് ഒരു അരാജകത്വം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൃപാവര പ്രാപ്തന്മാരായ ദൈവദാസന്മാരെ ഞങ്ങളുടെ മേൽ ദൈവം പകർന്ന് അധികാരം ഉപയോഗിച്ച് ചില ഭവനങ്ങളിൽ വാഴുന്ന അസന്തുഷ്ടിയും അരാജകത്വത്തെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു, ഭർഷിക്കുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ധന്യവും പരാധീനതകളും മാറി നിന്നെ ദേശത്ത് തല ഉയർത്തിക്കുവാൻ കഴിയുന്ന ദൈവകൃപ അത് തക്ക സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന 4 വാക്യങ്ങൾ ഓർക്കുമല്ലോ. നിങ്ങൾ മറക്കരുത്. യേശുവിന്റെ ജന്മം തക്ക സമയത്തായിരുന്നു. യേശു മരിച്ച തക്ക സമയത്ത്
യേശു ഇനി പ്രത്യക്ഷനാകാൻ പോകുന്ന നമ്മെ ചേർക്കാൻ വരുന്നതും തക്ക സമയത്ത്. ഇവിടെ രണ്ടൊക്കെ പ്രവാചകന്മാർ നാസയുടെ കണക്ക് കൂട്ടി അങ്ങ് സ്പേസിൻ്റെ ഉപരിമണ്ഡലത്തിൽ കയറി നിന്നുകൊണ്ട് നക്ഷത്രങ്ങളെ കണക്ക് കൂട്ടി ഇവിടുന്ന് വിട്ട പേടകങ്ങളുടെ എണ്ണം കണ്ടുകൊണ്ട് ഇസ്രായേലിൻ്റെ വടക്കോട്ട് നോക്കിയുള്ള ഇരിപ്പ്, തെക്കോട്ട് നോക്കിയുള്ള ഇരിപ്പ്, ഗോലാൻ കുന്നുകളുമായിട്ടുള്ള സമരം, അതും ഇതുമെല്ലാം കൂടെ കൂട്ടി കുണിച്ച് ഹരിച്ച് ഏതാണ്ടൊക്കെ പ്രവചനം പറഞ്ഞ് 60 വർഷത്തിനകത്ത് 50 വർഷത്തിനകത്ത് യേശു വരുമെന്നൊക്കെ പറയുന്ന പുള്ളികളുണ്ട്. എനിക്കതിനോടൊന്നും ഒരു താല്പര്യവും തോന്നുന്നില്ല. യേശു എപ്പോൾ വരും എബി എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉള്ള ഒറ്റ മറുപടി, അവൻ തക്ക സമയത്ത് വരും. ആ തക്ക സമയം. അത് അമേരിക്ക എന്നാ കാണിച്ചു, ഒബാമ എന്നാ കാണിച്ചു, ജോർജ് ബുഷ് എന്നാ കാണിച്ചു, അങ്ങ് റഷ്യയിലെ ശാസ്ത്രജ്ഞന്മാർ എന്നാ കാണിച്ചു, അതൊന്നും ഇതിനകത്തെ വിഷയമാണ്. അതൊക്കെ ഇതിനകത്തെ അനുബന്ധങ്ങൾ മാത്രമാണ്. യേശു വരുന്ന സമയം കർത്താവിന്റെ വചനം പറയുന്നു, തക്ക സമയത്ത് അവൻ പ്രത്യക്ഷനാകും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേദപുസ്തകത്തിലെ വാക്യങ്ങളിലൂടെയുള്ള പ്രസംഗമേ അറിയാവൂ. നാസായുമായിട്ട് എനിക്ക് ബന്ധമില്ല, സ്പേസുമായിട്ട് എനിക്ക് ബന്ധമില്ല, അതിനോടൊന്നും എനിക്ക് അവഗണനയൊന്നുമില്ല. നല്ല കാര്യം തന്നെ. വേദപുസ്തകത്തിൻ്റെ സൂക്ഷ്മ നിരീക്ഷണം നാളെയുണ്ട്. അതിലൂടെ നോക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ, അതുപോലെ മറ്റൊന്നും ആകില്ല. പ്രൈസ് ദി ലോർഡ്. അമേരിക്കയുടെ ശാസ്ത്ര സാങ്കേതിക മികവുകളുള്ള സൂക്ഷ്മദർശിനിയിലൂടെ നോക്കുമ്പോൾ നക്ഷത്രജാലങ്ങളുടെ എണ്ണമല്ലാത്ത അസംഖ്യമായ അനുഭവം കാണാം. പക്ഷെ വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ സൂക്ഷ്മദർശന നാളിയിലൂടെ നോക്കുമ്പോൾ എൻ്റെ കർത്താവ് തിരസ്കരിക്കപ്പെട്ടവനായി ആസന്ന ഭാവിയിൽ ഇറങ്ങി വരുന്ന കാഴ്ച കണ്ട് പുസ്തകം മടക്കാം. പ്രൈസ് ദി ലോർഡ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ദർശനമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് മടങ്ങി വരാം. യേശു മരിച്ചവൻ എപ്പം മരിച്ചു? തക്ക സമയത്ത്. ഓക്കെ, എന്തായിരുന്നു യേശുവിൻ്റെ മരണം? അടുത്ത ചിന്ത കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇന്ന് രാത്രിയുള്ള വാക്കുകൾ അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. എന്തായിരുന്നു യേശുവിൻ്റെ മരണം? റോമാലേഖനം 5-ാം അധ്യായം 8-ാമത് വാക്യമാണ്. റോമർ 5-ന്റെ 8-ാമത് വാക്യം. ക്രിസ്തുവോ നമുക്ക് വേണ്ടി മരിക്കുകയാൽ, ഉണ്ടോ, പാപികളായ നമുക്ക് വേണ്ടി, ക്രിസ്തുവോ പാപികളായ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായിരിക്കുന്നു. യേശുവിന്റെ മരണം എന്തായിരുന്നു? യേശു എന്തിനാ മരിച്ചത്? തന്റെ പിടിപ്പുകേട് കൊണ്ട്, തന്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചൊരു ദുരന്തമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാർ ആക്സിഡന്റിൽ മരിക്കാറുണ്ട്. ചിലർ പറയും ആ പുള്ളി അല്ലെങ്കിലും അങ്ങനെ ഇച്ചിരി സ്പീഡ് കൂടുതലായിരുന്നു, അതിങ്ങനെ സംഭവിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയായിരുന്നു എന്നൊക്കെ പറയുന്ന പുള്ളികളുണ്ട്. ദൈവദാസൻ അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചത് കൊണ്ടായിരിക്കണമെന്നില്ല ആക്സിഡന്റ് സംഭവിച്ചത്. എതിരെ വന്നവൻ അശ്രദ്ധ കാണിച്ചാൽ പോരെ, അങ്ങനെ സംഭവിക്കാം. ഓക്കെ, ഒരു മരണത്തിന്റെ പിന്നിൽ പലവിധത്തിലുള്ളതായിരിക്കുന്ന സംഭവങ്ങൾ, പലവിധത്തിലുള്ളതായിരിക്കുന്ന ഓരോരോ കമന്റ്സ് ഉണ്ടാകാം. യേശുവിന്റെ മരണത്തെക്കുറിച്ചും യേശു മരിച്ചു, അയ്യോ കഷ്ടമായി പോയിട്ടുണ്ട്, പുള്ളി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഗസമനത്തോടത്തിൽ ഇച്ചിരി നേരത്തെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ അവരൊന്നും പിടിക്കത്തില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ എന്നും പോകുന്ന സമയത്ത് പകല് പോകുന്ന പോലെ പകല് എങ്ങാനും പോയായിരുന്നെങ്കിൽ പിടിക്കപ്പെടത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പലരും പറഞ്ഞു എന്ന് വന്നേക്കാം. പക്ഷെ യേശുവിന്റെ മരണത്തെക്കുറിച്ച് തക്ക സമയം എന്ന് പറയുമ്പോൾ അതിനകത്ത് അതെന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. യേശുവിന്റെ മരണത്തിന്റെ പിന്നിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. അവനെ നമുക്ക് വേണ്ടി കൊന്നതിനാൽ, അവനെ നമുക്ക് വേണ്ടി കൊലപ്പെടുത്തിയതിനാൽ, അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നതിനാൽ പ്രത്യക്ഷമായ ഒരു മഹാകാര്യമുണ്ട്. അത് ദൈവത്തിന് നമ്മളുള്ള സ്നേഹമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കണ്ണിൻ താൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എന്നെ അങ്ങ് വിദൂരതയിൽ ശ്രദ്ധിക്കുന്ന, ഗ്രൗണ്ടിനകത്തും വെളിയിലും ശ്രദ്ധിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, യേശുവിന്റെ മരണം ഒരു കൊലപാതകമായിരുന്നില്ല. യേശുവിന്റെ മരണം അവന്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതല്ല. യേശുവിന്റെ മരണം റോമാ സാമ്രാജ്യത്തിന്റെ മുഷ്കുകൊണ്ട് അവർ സാധിച്ചെടുത്ത നേട്ടമല്ല. യേശുവിന്റെ മരണം അന്നാസിന്റെയും കയഫാവിന്റെയും മറ്റ് യഹൂദ മതമേലധ്യക്ഷന്മാരുടെ സ്വാർത്ഥതയുടെ അനന്തരഫലമായി അവർ നേടിയെടുത്തൊരു മഹാവിജയമല്ല. യേശുവിന്റെ മരണം എന്തായിരുന്നു? യേശുവിന്റെ മരണം എന്ന് പറയുന്നത് നമ്മെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പ്രത്യക്ഷമാക്കേണ്ടതിന് വേണ്ടി തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തരികയായിരുന്നു. ദേവാലയത്തിന്റെ പരിസരത്ത് പ്രസംഗിച്ചപ്പോഴും, ദേവാലയത്തിനകത്ത് കയറി പ്രസംഗിച്ചപ്പോഴും, ഇനി നയീനിലേക്ക് നടന്നു പോയപ്പോഴോ, ബെഥസ്തയിലേക്ക് പോയപ്പോഴോ, ബെത്സയിദയിലേക്ക് പോയപ്പോഴോ, ഗദരദേശത്തേക്ക് തുഴഞ്ഞു പോയപ്പോഴോ, ഒലിവുമലയുടെ നെറുകയിൽ അന്തി ഉറങ്ങിയപ്പോഴോ, ഗത്സമനത്തോട്ടത്തിൽ പലയാവർത്തി പ്രാർത്ഥിക്കാൻ പോയപ്പോഴോ യേശുവിനെ പിടിച്ചു കെട്ടാമായിരുന്നു, തല്ലിക്കൊല്ലാമായിരുന്നു, ക്രൂശിക്കാമായിരുന്നു. 3.5 വർഷം തട്ടിമുട്ടി ഉരഞ്ഞ് അതുവഴി ഇതുവഴി തലങ്ങും വിലങ്ങും നടന്നു. അധികാരികളുടെ കൂടെ നടന്നിരുന്നു, സ്ത്രീകളുടെ കൂടെ, പുരുഷന്മാരുടെ കൂടെ, കുഞ്ഞുകുട്ടികളുടെ കൂടെ, എസ്എന്നരുടെ, എരിവുകാരുടെ, പരീശന്മാരുടെ, സദൂക്യരുടെ ഒക്കെ കൂടെ യേശു നടന്നിരുന്നു. എന്നിട്ടൊന്നും അവർ പിടിച്ചില്ല. അവർക്കാർക്കും അതിന് ധൈര്യം വന്നില്ല. പക്ഷെ ഒരു ദിവസം ഗത്സമനയിൽ പ്രാർത്ഥിക്കാൻ പോയ നേരത്ത് വെട്ടിപ്പം
നീർപ്പന്തങ്ങളും കുന്തങ്ങളും ഒക്കെയായിട്ട് അവർ പിന്നാലെ എത്തി. ആ നിൽക്കുന്നവനാണ് യേശുവെന്ന് അറിഞ്ഞിട്ടില്ല എങ്കിൽ കൂടെ അവൻ തന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവർ അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. ഗത്സമന, യേശു പിടിക്കപ്പെട്ട സ്ഥലം. പിടിച്ച യേശുവിനെ അവർ അടിച്ച് നടത്തിക്കൊണ്ടുപോയി രണ്ടാമത് കൊണ്ടാക്കിയ സ്ഥലം, പ്രധാന സ്ഥലം. അന്നാസിന്റെ കൊണ്ടുപോയി, കയ്യഫാവിന്റെ അവിടെ കൊണ്ടുപോയി, സന്നദ്ധി സംഘത്തിന്റെ അവിടെ കൊണ്ടുപോയി. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ സ്ഥലം നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന് ഗത്സമന, രണ്ട് ഗബഥ. ഗബഥ എന്ന് പറയുന്നത് പീലാത്തോസിന്റെ കൽത്തളമാണ്. പീലാത്തോസ് അവനെ തകർത്ത് തരിപ്പണമാക്കിയത്. കണ്ടാൽ ആളറിയില്ല എന്ന് തോന്നുമാറ് യേശു വിരൂപനായി മാറിയത്, പ്രവാചക വരണ്യനായിരിക്കുന്ന യെശയ്യാവിന്റെ ഭാഷ്യമനുസരിച്ച് യേശു ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി മാറിയത് ഗബഥയിൽ വെച്ച്. അപ്പോൾ ഓർത്തോണേ, 3 സ്ഥലനാമങ്ങൾ ഞാൻ തരുന്നു. 3 സ്ഥലനാമങ്ങളിലെ കർമ്മപദങ്ങളും ഞാൻ പറയുന്നു, ഓർത്തിരുന്നോണം. സ്ഥലനാമങ്ങൾ: 1 ഗത്സമന, 2 ഗബഥ, 3 ഗോൽഗോഥ. സ്ഥലനാമങ്ങൾ അത്. ഇനി അതുമായി ചേർന്ന കർമ്മപദങ്ങൾ കേട്ടോണേ. അവർ ചെയ്ത ചില കർമ്മങ്ങളുടെ പദങ്ങൾ. ഗത്സമനയിൽ യേശുവിനെ പിടിച്ചു, ഗബഥയിൽ യേശുവിനെ തകർത്തു, ഗോൽഗോഥയിൽ യേശുവിനെ തറച്ചു. ഓക്കെ, ഈ 6 കാര്യങ്ങൾ ഓർത്തിരുന്നോണം. ഗത്സമനയിൽ യേശു പിടിക്കപ്പെട്ടു, ഗബഥയിൽ യേശു തകർക്കപ്പെട്ടു, ഗോൽഗോഥയിൽ നമുക്ക് വേണ്ടി അവൻ തറയ്ക്കപ്പെട്ടു, തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഈ 3 സ്ഥലങ്ങൾ ഏത് വിശ്വാസിയുടെയും ഏത് വ്യക്തിയുടെയും ധ്യാനമാകണം. ഈ ധ്യാനത്തിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കണ്ണു നിറയും, ഹൃദയം പിടയ്ക്കും, കവിൾത്തടങ്ങൾ ഒഴുകും താഴേക്ക്. മനസ്സിലാകുന്നുണ്ടോ? ഈ ഹൃദയം ഒരുക്കം, ഈ ഹൃദയ നൊമ്പരം, ഈ ഹൃദയത്തിന്റെ വിങ്ങൽ, ഈ ശ്വാസ തടസ്സം ഈ 3 സ്ഥലനാമങ്ങളെയും ധ്യാനിക്കുമ്പോൾ ഉണ്ടാകും. പക്ഷെ ആ വല്ലാത്ത സംഘർഷം മാറി അകത്തളത്തിൽ ഒരു ആത്മീകതയുടെ ആർജവത്വം വരുവാൻ വേറെ സ്ഥലം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. അത് കല്ലറത്തോട്ടത്തിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറ കാണുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഗത്സമന ധ്യാനിക്കുമ്പോഴും ഗബഥ എന്ന് പറഞ്ഞ കൽത്തളം, പീലാത്തോസിന്റെ കൊലക്കളം, പീലാത്തോസിന്റെ ഗബഥയും പിന്നെ ഗോൽഗോഥയും ധ്യാനിക്കുമ്പോൾ അകത്തളം വല്ലാതെ വിറകൊള്ളും. പക്ഷെ ആ വിറകൊള്ളൽ മാറ്റി, സംഘർഷം മാറ്റി അകത്തളത്തിൽ ആത്മീയ ഊർജം വ്യാപരിപ്പിക്കുന്നൊരിടമാണ് തുറന്ന കല്ലറ. ബോധ്യമാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? മടങ്ങി വരാം. അപ്പോൾ യേശു മരിച്ചു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു മരണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. ഇവിടുത്തെ ജാതിമത വിഭാഗ വർണ്ണവർഗ വംശ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മനുഷ്യനായി പറഞ്ഞ സകല ആളുകളെയും യേശു ദൈവം സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തെ വെളിപ്പെടുത്തേണ്ടതിന് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകുകയായിരുന്നു. അതാണ് യേശുവിന്റെ മരണം എന്ന് നാം തിരിച്ചറിയണം. അതിന്റെ പദം ഞാൻ പറയുന്നു, അതിന്റെ വാക്യം ഞാൻ പറയുന്നു. യെശയ്യാപ്രവചനം 53:10 വാക്യം. യെശയ്യാവ് 53:10 ഇങ്ങനെയാണ് പറയുന്നത്: അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അപ്പൊ യേശുവിന്റെ മരണം എന്തായിരുന്നു? പിതാവായ ദൈവം നമുക്ക് വേണ്ടി അവനെ തകർത്തതായിരുന്നു അവന്റെ മരണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? പിതാവായ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തകർത്തു കളഞ്ഞു. അതായിരുന്നു യേശുവിന്റെ മരണം. യേശു മരിച്ചവൻ. ഒറ്റ ചോദ്യം, എന്തായിരുന്നു യേശുവിന്റെ മരണം? പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ പ്രദർശനമായിരുന്നു യേശുവിന്റെ മരണം. അടുത്തത്, യേശു മരിച്ചു. എന്തായിരുന്നു യേശുവിന്റെ മരണം? പിതാവിന്റെ ഇഷ്ടത്തിന്റെ നിവൃത്തിയായിരുന്നു യേശുവിന്റെ മരണം. ഉത്തരം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ധ്യാനം മനസ്സിലാകുന്നുണ്ടോ? യേശു മരിച്ചു. എപ്പോൾ? തക്ക സമയത്ത്. അടുത്തത്, യേശു മരിച്ചു. എന്തായിരുന്നു അവന്റെ മരണം? ഉത്തരം ഇതാണ്: ദൈവസ്നേഹം നമ്മോട് പ്രദർശിപ്പിക്കുവാൻ തന്റെ പുത്രനെ അവൻ തകർത്തു കളഞ്ഞു. യേശുവിന്റെ മരണം എന്തായിരുന്നു? ഉത്തരം വ്യക്തമാണ്. 53:10 പിതാവ് തന്റെ പുത്രനെ നമുക്കായി തകർത്തതാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം, എബ്രായർ 10:7 വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: എന്താ? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. അപ്പൊ ചോദിക്കണം, എന്തായിരുന്നു ഇഷ്ടം? ഇവിടെ രാജാവാകാം എന്നതാണോ? ഇവിടെ നേതാവാകാം എന്നതാണോ? സപ്രപഞ്ചക്കട്ടിൽ അവിടെ വാണരുളാം എന്നതായിരുന്നു? 12 നെഞ്ചുവിരിവുള്ള ചെറുപ്പക്കാരുമായി ചുറ്റുവട്ടത്തിലൂടെ നടന്ന് അതുവഴി ഇതുവഴിയൊക്കെ നടന്നലഞ്ഞ് നടക്കാമെന്നതായിരുന്നോ ഇഷ്ടം? അല്ലല്ല. എന്തായിരുന്നു ഇവന്റെ ഇഷ്ടം? പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ആ ഇഷ്ടം എന്താണെന്നുള്ളതിന്റെ പൊരുളാണ് 53:10 പറയുന്ന അവനെ തകർത്ത് കളയുക എന്നതായിരുന്നു ഇഷ്ടം. അപ്പോൾ
പിതാവായ ദൈവത്തിന് തന്റെ പുത്രനെ തകർക്കണം. എന്തിനു വേണ്ടി തകർക്കണം? നമുക്ക് വേണ്ടി. എന്തിന്? നമ്മോടുള്ളവന്റെ സ്നേഹത്തിന്റെ പ്രദർശനമായി. പാപം ചെയ്ത് അഭക്തരായി, ദോഷം ചെയ്ത് ദൈവനാമത്തിന് അപമാനമായി, തിന്നികളും കുടികന്മാരുമായി മാറി, അബദ്ധസഞ്ചാരം ചെയ്തു, ദൈവഭയമില്ലാത്തവരായി മാറി, മ്ലേച്ഛതയുടെ ജീവിതം നയിക്കുന്നു. മദ്യപാന ആസക്തി കൊണ്ട്, കുത്തഴിഞ്ഞ ലൈംഗികത കൊണ്ട് ദൈവപ്രമാണങ്ങൾ മഞ്ഞപ്പെട്ടു പോയ എങ്കിലും തച്ചുടച്ച് കളയുവാൻ ദൈവത്തിന് താല്പര്യം തോന്നിയില്ല. നമ്മെ കഴുകി വീണ്ടും എടുക്കുവാൻ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തകർക്കുകയായിരുന്നു. അതാണ് എൻ്റെ യേശുവിന്റെ മരണം. പ്രിയരേ, ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് പറയട്ടെ. ഏറ്റവും സമ്പുഷ്ടമായി, ഏറ്റവും ശ്രേഷ്ഠമായി, ഏറ്റവും ഉന്നതമായി, ഉത്കൃഷ്ടമായി, ഉദാത്തമായി, ഉന്നതമായി നിർമ്മിക്കപ്പെട്ടവരായിരുന്നു ലൂസിഫർ അടക്കമുള്ള ദൂതഗണങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? അവർ ചിറകങ്ങോട്ട് വീശുമ്പോൾ വാദിത്രങ്ങൾ താളാത്മകമായി ലയം, ശ്രുതി, സംഗീതത്തിന്റെ സമസ്ത സംഗതികളും കോർത്തിണക്കപ്പെട്ട നാദധാര അങ്ങനെ അങ്ങോട്ട് ഉയർന്നു വരാനിടയാകും, ഇമ്പകരമാകുമാറ്. അങ്ങനെയായിരുന്നു അവരുടെ നിർമ്മിതി തന്നെ. അനുഗ്രഹീതമായിരിക്കുന്ന പ്രഷ്യസ് സ്റ്റോൺസ്, വിലയേറിയ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവരായിരുന്നു അവരെല്ലാവരും. ഏറ്റവും സൗന്ദര്യ പൂർണ്ണതയോടെയാണ് അവരെ സൃഷ്ടിക്കുവാൻ കാരണമായി തീർന്നത്. അങ്ങനെ വിലയേറിയവരായി സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന പൊന്നുകൊണ്ടും അതിൻ്റെതായിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന അനുഭവങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ ദൈവത്തോട് അവഹേളനം കാട്ടി, ദൈവത്തോട് ദാഷ്ട്യം കാട്ടി, ധിക്കാരം കാട്ടി, തത്സന്നതിയിലും ദൈവം അവരെ തള്ളിക്കളയാൻ കാരണമായി. എത്രയോ യുഗങ്ങൾക്ക് മുന്നമേ സംഭവിച്ച കാര്യമാണ്. അങ്ങനെ തള്ളിക്കളഞ്ഞതായിരിക്കുന്ന ലൂസിഫർ അടക്കമുള്ള തള്ളപ്പെട്ട ദൂതന്മാരെ വീണ്ടും പരിഷ്കരിക്കുവാനോ പുനരുദ്ധാരണം ചെയ്യുവാനോ ഒന്നുകൂടെ അവരിൽ അവരുടെ പാകപ്പിഴ മറന്നിട്ട് പൊറുത്തിട്ട് അവർക്ക് വേണ്ടി ഒരു പ്രതികർമ്മം ചെയ്ത് അവരെ വീണ്ടും യഥാസ്ഥാനത്താക്കുവാൻ ഇന്ന് വരെ ദൈവത്തിന് പദ്ധതി തോന്നിയിട്ടില്ല, ഇനി തോന്നുകയുമില്ല. അത് നാം മറന്നു പോകരുത് ഒരിക്കലും. പക്ഷെ അതിന് പകരമായി ഈ കേവലം മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ട് അതിൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയാക്കി തീർത്ത് സാധാരണ മനുഷ്യൻ 80 വയസ്സ് മാത്രം ആയുസ് പറഞ്ഞിരിക്കുന്ന, കൂടിയാൽ 100 വയസ്സ് മാത്രം ആയുസ് പറഞ്ഞിരിക്കുന്ന ആയുസ്, ആ പ്രാണൻ പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ പുഴുവരിക്കുന്ന ദേഹത്തോടു കൂടിയ ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തൻ്റെ പുത്രനെ കാലുവരിയിൽ തകർത്ത ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം അതറിയാതെ പോകരുത്. പൊന്നുകൊണ്ട്, കൂടുകൾ കൊണ്ട്, പ്രഷ്യസ് സ്റ്റോൺസ് കൊണ്ട് നിർമ്മിച്ച ദൂതന്മാരെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഇല്ലാതിരിക്കുമ്പോൾ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം കാണിച്ച ആ മഹാസ്നേഹം, അതാണ് അവന്റെ പുത്രന്റെ മരണം. യേശു മരിച്ചു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അത്? ദൈവസ്നേഹത്തിന്റെ പ്രദർശനം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ ദൈവസ്നേഹത്തിന്റെ മുൻപിലാണ് നമ്മുടെ ആരാധന, ഈ ദൈവസ്നേഹത്തിന്റെ മുൻപിലാണ് നമ്മുടെ കരഘോഷം, ഈ ദൈവസ്നേഹത്തിന്റെ മുൻപിലാണ് നമ്മുടെ വിശുദ്ധ ജീവിതം, ഈ ദൈവസ്നേഹത്തിന്റെ മുൻപിലാണ് നമ്മുടെ സമർപ്പണം, ഈ ദൈവസ്നേഹത്തിന്റെ മുൻപിലാണ് നമ്മുടെ വേർപാട്, ഈ ദൈവസ്നേഹത്തിന് മുൻപിലാണ് നമ്മുടെ സമസ്തമായിരിക്കുന്ന ദൈവവചനത്തിന്റെ അനുസരണം. ഉപദേശം നിർബന്ധിച്ചതുകൊണ്ട്, നടത്തിപ്പുകാർ കണ്ണുരുട്ടിയതുകൊണ്ട്, ഭർത്താവ് നിർബന്ധിച്ചതുകൊണ്ട്, ഭാര്യ കൂടെ നിർബന്ധിക്കുന്നത് കൊണ്ട്, പപ്പയും മമ്മിയും നിർബന്ധിക്കുന്നത് കൊണ്ടോ അല്ല കുഞ്ഞേ. ആത്മീയനായി ജീവിക്കേണ്ടത് ഈ ദൈവത്തിന്റെ മഹാസ്നേഹത്തെ ഓർത്താണ്. തന്റെ പുത്രനെ കാൽവരിയിൽ തകർത്ത് എന്റെയും നിങ്ങളുടെയും തകർച്ച മാറ്റുവാൻ അവനെ കൊന്നൊരുക്കിയ രക്ഷ. ഇബ്രാഹിം ലേഖനം 10:10 മറക്കരുത്. 10:10 ഞാൻ പറഞ്ഞ വാക്യങ്ങളൊന്നും വായിപ്പിക്കാഞ്ഞത് സമയം ലാഭിക്കാൻ വേണ്ടിയാ. ആ 10:10 ഇങ്ങനെയാണ് വായിക്കുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഇഷ്ടത്താൽ അവന്റെ ഏകയാഗം കൊണ്ട് നമുക്ക് വിശുദ്ധീകരണം സാധ്യമായി. പിതാവ് തന്റെ പുത്രനെ കാൽവറിയിൽ അയച്ച് നമുക്ക് വേണ്ടി തകർത്ത് കളഞ്ഞതുകൊണ്ട്, പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് നമുക്ക് വിശുദ്ധീകരണം സാധ്യമായി. അവ യേശുവിന്റെ മരണം എപ്പോൾ? തക്ക സമയത്ത്. എന്തായിരുന്നു പിതാവിന്റെ ഇഷ്ടത്തിൻ്റെ നിവൃത്തി. അടുത്ത ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത് അവന്റെ മരണം എന്തിനായിരുന്നു. വിശേഷപ്പെട്ട ചിന്ത അടുത്ത രാത്രിയിൽ അക്കമിട്ട് ഞാൻ വിശദീകരിക്കാം. യേശുവിന്റെ മരണം എന്തിനായിരുന്നു? വിലപ്പെട്ട ചിന്തകളാണത്. അതിനുശേഷം ആ മരണത്തിലുള്ള സാധ്യമായ അനുഗ്രഹീത കാര്യങ്ങൾ, പുനരാഗമനം അടക്കമുള്ള കാര്യങ്ങൾ അടുത്ത രാത്രിയിൽ നാം ചിന്തിക്കുന്നതാണ്. പ്രാർത്ഥനയോടെ കടന്നു വരാം. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ, ഹൃദയങ്ങൾ ഏകാഗ്രമാകട്ടെ. ഇന്ന് രാത്രി കേൾപ്പിച്ച ദൈവവചനത്തിന്റെ ചിന്തകളുടെ മുമ്പിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്താട്ടെ. എനിക്ക് അനുവദിച്ച സമയം ഇവിടെ തീരുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യേശു മരിച്ച തക്ക സമയത്താണ്, അവന് ജനിച്ച തക്ക സമയത്ത്, ഇനി വരാൻ
പോകുന്ന തക്ക സമയത്ത് ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. പക്ഷേ കാത്തിരിക്കുന്നതിനിടയിൽ ഒത്തിരി നെടുവീർപ്പുകൾ, സങ്കടങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു ഉദാഹരണം തരുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന്റെ അപാരത നാം തിരിച്ചറിയണം. ആത്മീയ ജീവിതത്തിന്റെ വഴിവിട്ട് മാറരുത്. ദൈവജനത്തിന്റെ സനാതന സത്യങ്ങളുടെ പ്രമാണങ്ങളിൽ ലംഘിച്ചു കളയരുത്. ദൈവം നമ്മെ സ്നേഹിച്ച തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ബലി തന്നുകൊണ്ടാണ്. അത്ര ഭയങ്കരമായ സ്നേഹം, അത്രയ്ക്ക് ദൈവം നമ്മെ സ്നേഹിച്ചെങ്കിൽ ആ സ്നേഹത്തിന് മുൻപിൽ നമുക്ക് എന്തോ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തോ ആകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊരു വീണ്ടും വിചാരം, ഒരു പുനർവിചാരണ ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി മനസ്സുകൾ ഇവിടെയുണ്ട്. ചുറ്റുവട്ടത്തിൽ കേട്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് പലർക്കും ആ വിധത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. വീടുകളിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആ വേദനകളുണ്ട്. ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗത്തിന്റെ കെടുതികൾ വല്ലാത്ത വ്യഥ സൃഷ്ടിക്കുന്നവരുണ്ട്. പക്ഷേ ഇന്ന് രാത്രി കേട്ടു, ദൈവസ്നേഹത്തിന്റെ മുൻപിൽ നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട പുത്രനായവന്റെ ചോര നിങ്ങൾക്ക് രക്ഷയ്ക്ക് കാരണമായി തീരും, വിടുതലിന് കാരണമായി തീരും. അത് വിശ്വസിക്കുന്നവരും കേട്ട വചനമുള്ളിൽ ആരോഗ്യമായി തീർന്നവരും ഇന്ന് രാത്രി അക്കരമടിച്ച് കർത്താവിനെ അല്പസമയം ആരാധിച്ചാട്ടെ. ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. മഹത്വപൂർണ്ണമായിരിക്കുന്ന ദൈവകൃപയുടെ വ്യാപാര ശക്തി നമ്മിലേക്ക് പകരപ്പെടേണ്ടതിന് നീതീകരണവും ഏകീകരണവും വിശുദ്ധീകരണവും ഇനി നാം പ്രതീക്ഷിക്കുന്ന മഹത്വീകരണവും എത്രയും വേഗം നമുക്ക് സാധ്യമാകാൻ പോകുന്നു. നമ്മുടെ കർത്താവിന്റെ വരവെടുത്തിരിക്കുന്നു. ഭക്തഗണങ്ങൾ ഓരോരുത്തരായി ഓട്ടം തികച്ച് അവർ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അടുത്ത ഊഴമാരാണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. ആരായിരുന്നാലും സാരമില്ല, നാം ചേർക്കപ്പെടുന്നത് ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലാണ്. നരകത്തിന്റെ അഗ്നികുണ്ഡത്തിലേക്ക് പോകുന്നവരല്ല നമ്മൾ, അധമമായിരിക്കുന്ന വല്ലാത്ത വിധിയിലേക്ക് പോകുന്നവരല്ല നമ്മൾ. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലേക്കാണ് മാറ്റപ്പെടുക. പക്ഷെ അതിനു മുൻപ് നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി തന്ന് നീ ഈ ദിവസങ്ങൾ കരയുന്നതായിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ കയ്യൊപ്പ് പതിപ്പിച്ച് ഉടയവൻ നിന്റെ വീട്ടിനകത്ത് ചില പ്രവർത്തികൾ ചെയ്യും, നിന്റെ ശരീരത്തിൽ ചില പ്രവർത്തികൾ ചെയ്യും, കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിനകത്ത് ചില പ്രവർത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ശുശ്രൂഷക വൃന്ദങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവം ചില പ്രവർത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. 2015 ആണ്ട് ഒരു അനുഗ്രഹത്തിന്റെ വാഗ്ദത്ത നിവർത്തിയുടെ വർഷമാകുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി ആരാധിച്ചു തുടങ്ങിക്കാട്ടെ. അവകാശം പറഞ്ഞു നിൽക്കുന്ന ചില വല്ലാത്ത ശാപദോഷങ്ങൾ, ചില വല്ലാത്ത കെടുതികൾ, ചില വല്ലാത്ത ദുർമന്ത്രവാദങ്ങളുടെ കാലപ്പഴക്കമുള്ളതിനെ ആഭിചാര ബന്ധനങ്ങളുടെ സമസ്ത പോരാട്ടങ്ങളെയും അറുത്തുമാറ്റിക്കൊണ്ട് ഒരു പുത്തൻ ആത്മീക തലത്തിലേക്ക് നിന്നെ നയിക്കുവാൻ കഴിയുന്ന ദൈവകൃപയുടെ വ്യാപാര ശക്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുകയാണ്. ആത്മീക മണ്ഡലത്തിൽ ശക്തമായി മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധം നിനക്ക് കൂച്ചുവിലങ്ങിടുന്ന ചില ശക്തികളുടെ ചങ്ങലകളെ ഇന്ന് രാത്രി എന്റെ കർത്താവ് പൊട്ടിച്ചു മാറ്റുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ചില വല്ലായ്മകളും ചില വല്ലാത്ത അരിഷ്ടതാവസ്ഥകളും തമ്മിൽ ചേർന്ന് പോകാൻ കഴിയാത്ത വിധം വല്ലാത്ത വിമർശനങ്ങളും നിസാര കാര്യങ്ങൾക്ക് പൊരുത്തപ്പെടാനാവാത്ത വിധം തമ്മിൽ അകറ്റുവാൻ ശ്രമിക്കുന്ന ചില പൈശാചിക പോടികൾ, വെറുതെ ശകാരവും വെറുതെ വല്ലാത്തതായിരിക്കുന്ന വാഗ്വാദങ്ങൾ ഉയർത്തുന്ന വീടിന്റെ അന്തരീക്ഷം കെടുത്തുന്ന നല്ല പൗർണമാസിയെ അമാവാസിയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന പൈശാചിക പോടികൾ ഇന്ന് രാത്രി ശ്വാസിക്കപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ. ദൈവമക്കൾ ശക്തമായ കർത്താവിനെ കരങ്ങളടിച്ച് ആരാധിച്ച് എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി ചില വിടുതലുകളോട് നിങ്ങൾ മടങ്ങിപ്പോകാനിടയാകട്ടെ. വീട്ടിൽ ചെല്ലുമ്പോൾ നീ ചില വിടുതലുകൾ അനുഭവിക്കാനിടയാകും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ മണ്ണിനോട് പോരാടുന്ന ചില പോരാട്ടങ്ങൾ, നിന്റെ അതിർത്തിയോട് വ്യാപരിക്കുന്ന ചില വല്ലാത്ത വ്യാപാര ശക്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആഫലമാകുകയാണ്. സാമ്പത്തിക കെടുതികൾ വരുത്തിക്കൊണ്ട് കടഭാരങ്ങൾ നിന്നെ വീർപ്പുമുട്ടിക്കുവാൻ ശ്രമിക്കുന്ന ചില വല്ലാത്ത ശാപദോഷങ്ങൾ, ചില വല്ലാത്ത പോരാട്ടങ്ങൾ, കാലപ്പഴക്കമുള്ള ചില ശാപദോഷങ്ങൾ ഇന്ന് രാത്രി എന്റെ കർത്താവ് അഴിച്ചു മാറ്റുന്നു. യേശു മരിച്ചത് നിന്നെ വിടുവിക്കാൻ വേണ്ടിയാണ്. അവൻ തകർന്നത് നിന്നെ തകർച്ച മാറ്റാനാണ്. കർത്താവേ, ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാരെ, ഞങ്ങളുടെ മാതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യം ബലവും കൊടുത്ത ദൈവമേ, വീണ്ടും നിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഉജ്ജ്വലമായി നിൽക്കുവാൻ കൃപ തരണമേ. ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കൂടി വന്നുള്ള സകല ഭർത്താക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, സകല ഭാര്യമാർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം ക്രിസ്തുവിൽ ധന്യവും അനുഗ്രഹവുമായി തീരട്ടെ. അലോസരങ്ങളില്ലാതെ, അസ്വസ്ഥതകളില്ലാതെ, വിമർശനങ്ങളില്ലാതെ, വിരോധങ്ങളില്ലാതെ, വിദ്വേഷങ്ങളില്ലാതെ സമാധാനത്തോടെ കുടുംബങ്ങൾ പുലർത്തപ്പെടട്ടെ. കർത്താവേ, അവരെ തമ്മിൽ അകറ്റുവാൻ ശ്രമിക്കുന്ന പൈശാചിക പോരുകൾ ഇന്ന് രാത്രി ആയിരുന്നു മാറട്ടെ. കർത്താവേ,
അബദ്ധ സഞ്ചാരങ്ങളിൽ ജീവിതങ്ങൾ മടങ്ങി വരട്ടെ കർത്താവ്. രഹസ്യ പാപങ്ങളുടെ വഴിത്താരകളിൽ നിന്ന്, ഇരുണ്ട വീഥികളിൽ നിന്ന് ജീവിതങ്ങൾ വിശുദ്ധിയിലേക്ക് മടങ്ങി വരട്ടെ. സുതാര്യതയുള്ള കുടുംബജീവിതത്തിൽ ഉടമകളായി മാറട്ടെ പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. എല്ലാ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, പെൺകുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരാരും ജീവിത വഴിത്താൽ വഴിയാധാരമായി പോകാൻ ഇടയാകരുത്. നല്ല കുടുംബജീവിതം അവർ കൊടുക്കണമേ. ഞങ്ങളുടെ ആൺകുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. താഴ്ചക്കാരും ധിക്കാരികളും താൻ പോരുമയുള്ളവരുമാകരുത്. അവരുടെ ജീവിതം ധന്യമാകട്ടെ. നല്ല പങ്കാളികളെ ഇവർക്ക് കൊടുക്കണമേ. ഈ കാലഘട്ടത്തിന്റെ തിന്മകൾ അവരെ അലട്ടാനിടയാകല്ലേ. മൊബൈൽ ഫോണിന്റെ അധമ സംസ്കാരം ഞങ്ങളുടെ തലമുറകളിലേക്ക് വ്യാപരിക്കപ്പെടല്ലേ. ഇന്റർനെറ്റിന്റെയും വെബ്സൈറ്റുകളുടെയും അധമമായിരിക്കുന്ന യാതൊരു അധമ സംസ്കാരവും അവരുടെ മനോമണ്ഡലത്തിൽ, അവരുടെ മനസാക്ഷിയിൽ, അവരുടെ ഇന്ദ്രിയ വ്യവസ്ഥിതികളിൽ സ്വാധീനിക്കപ്പെടാനിടയാകാതെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരികയാണ്. ആത്മഹത്യയുടെ പ്രവണതകളില്ലാതെ, മദ്യപാനത്തിന്റെ ശീലമില്ലാതെ, ദുശീലങ്ങളും ദുർഗുണങ്ങളുമില്ലാതെ, മയക്കുമരുന്നിന്റെ യാതൊരു ലാഞ്ചനകളുമില്ലാതെ, അനാവശ്യമായിരിക്കുന്ന വ്യഭിചാരത്തിന്റെ ചിന്തകളില്ലാതെ, പരസംഗത്തിന്റെ ചിന്തകളില്ലാതെ, വിശുദ്ധിയോടും വേർപാടോടും കൂടി ജീവിക്കുവാൻ ഞങ്ങളുടെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് കാവൽ ഭരണമായിട്ടുള്ളവരായി സ്തോത്രം. അഭിഷേകം പ്രാപിച്ച ദൈവകൃപയിൽ അന്യഭാഷാ ഭാഷണത്തോടെ സഭയ്ക്കകത്ത് ശക്തമായി നിൽക്കുവാൻ, ഉജ്ജ്വലമായി നിൽക്കുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ യോഗം ഇതുവരെ ശ്രദ്ധിച്ച നിരവധി ആളുകൾ വഴിയോരങ്ങളിലുണ്ട്, വീടിനകത്ത് പുറത്തൊക്കെ ഉണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വ്യർത്ഥമായിരിക്കുന്ന, മോക്ഷത്തിനു വേണ്ടി വ്യർത്ഥമായ പ്രവർത്തികൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ സത്യസുവിശേഷത്തിന്റെ വഴിത്താരകളിലേക്ക് മടങ്ങി വരാൻ ഈ യോഗം കാരണമായി മാറട്ടെ. നാളെ രാത്രിയിലും കൂടി ഈ യോഗത്തെ ധന്യമാക്കി ദൈവം തീർക്കണം. കാലാവസ്ഥ അനുകൂലമാക്കി തരണമേ. മേഘപാളികളെ കർത്താവ് കൽപ്പിച്ച കറ്റണമേ. നാടിന് മഴ ഞങ്ങൾക്ക് വേണം, എന്നാൽ യോഗത്തിന് തടസ്സമാകാത്ത വിധം ദൈവം അതിന്റെ കാര്യപരിപാടികൾ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സംഘാടകരായ പ്രിയപ്പെട്ടവർ ഐക്യതയോടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനകത്ത് വിഘടനവാദങ്ങളില്ലാതെ, വിമർശനങ്ങളില്ലാതെ, പരസ്പര പിണക്കങ്ങളില്ലാതെ ഐക്യതയോടെ കൈയോട് കൈ കോർത്തു പിടിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കുവാൻ ദൈവം അവർക്ക് കൃപ ചെയ്യണമേ കർത്താവേ. ഇടയാകരുതെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വേദിയിൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഗായക സംഘത്തിനായി സ്തോത്രം. ഞങ്ങളുടെ അഭിഷക്തദാസന്മാരെ കൃപയാൽ നിറയ്ക്കണമേ കർത്താവ്.